നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എസ് എ റൈറ്റിങ്ങിനെ കുറിച്ചിട്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ യു പി എസ് സിയിലെ എസ് എ റൈറ്റിംഗ് വളരെ ഡിസിസീവ് ആണ്. കാരണം 250 മാർക്സ് നമ്മൾ നോക്കുമ്പോൾ 2 എസ് എനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എസ് എ ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് മാക്സിമം സ്കോർ, ഇപ്പം നമ്മൾ മാക്സിമം സ്കോർ ആയിട്ടുള്ള 250-ൽ 150 എന്നുള്ള റേഞ്ചിലേക്ക് നമുക്ക് പോകണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് കൂടുതൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2024 നിങ്ങൾ എസ് എ വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ 2021 യു പി എസ് സിയുടെ ഒരു എസ് എ പാറ്റേണിലൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം 2020 വരെയുള്ള എസ് എ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ നമ്പർ വളരെ കുറവായിരുന്നു. അതായത് ഇപ്പോൾ പാർട്ട് എ, പാർട്ട് ബി ഉണ്ട്. അറ്റ്ലീസ്റ്റ് പാർട്ട് ബിയിൽ ഇന്ത്യൻ പൊളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് റിലേറ്റപ്പെട്ട്, വുമൺ ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട്, ചിൽഡ്രൻ ആയിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടിരുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ 2021 തൊട്ട് പാർട്ട് എയും പാർട്ട് ബിയും കൂടുതൽ ഫിലോസഫിക്കലായി. പിന്നെ നമ്മൾ 2022, 23, 24 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസ് 8 ക്വസ്റ്റ്യനിലൊരു 4 ക്വസ്റ്റ്യനെങ്കിലും പ്യുവർലി ഫിലോസഫിക്കൽ. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കണം യു പി എസ് സി ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത്? കാരണം നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റി ഓഫ് തോട്ട്സ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഓരോ ഇൻഡിവിജ്വൽസും എങ്ങനെയാണ് ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സാങ്ക്ടിറ്റി ഓഫ് ലൈഫ് will enable a person to become a great person. അപ്പൊ ഇൻഡിവിജ്വലിന്റെ കുറെ കാര്യങ്ങളാണ് അസസ് ചെയ്യുന്നത്. ഒരു എസ് എയിലൂടെ അവരുടെ എന്തുമാത്രം പല ഡൈമെൻഷൻസിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും, അവരുടെ ക്വാളിറ്റി ഓഫ് തോട്ട്സ് എന്താണ്, അവരുടെ ഒരു റേഞ്ച് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്താണ്. സോ അക്കോർഡിംഗ് ടു മൈ അണ്ടർസ്റ്റാൻഡിങ് ആക്ച്വലി യു പി എസ് സി ഈസ് ആക്ച്വലി അസസിങ് ദ ഹൊറൈസൺ ഓഫ് കാൻഡിഡേറ്റ്സ് തിങ്കിങ്, ദ റേഞ്ച് ഓഫ് their thinking. പലപ്പോഴും സെൽഫ് ഓറിയന്റഡ് ആയിട്ടുള്ള തീംസിന്റെ എസ്സേസ് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും സെൽഫ് ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ആയിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ ഒരു റെക്കറിങ് തീമാണ്. എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫ് അവയർനെസ്, സെൽഫ് ഡിസ്കവറി, അത് പല രീതിയിൽ പല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കണം ഈ എസ് എ ക്വസ്റ്റ്യനിൽ നിന്ന്, കാൻഡിഡേറ്റിൽ നിന്ന് യു പി എസ് സി എക്സ്പെക്ട് ചെയ്യുന്നത്? ആ ഒരു ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് എ കൈൻഡ് ഓഫ് വാട്ട് ഈസ് ദ മെച്യൂരിറ്റി ഓഫ് തോട്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ. പലപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്ന എക്സാമ്പിൾ പോലും നമ്മുടെ സ്റ്റീരിയോ ടൈപ്സ് റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ പ്രിജുഡൈസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 2 എസ് എ തന്നെ എടുത്തിട്ട്, യു പി എസ് സിയിൽ തന്നെ ചോദിച്ച 2 എസ് എ വന്നിട്ട് എങ്ങനെയാണ് ഇത്തിരി കൂടി ക്രിയേറ്റീവ് ആയിട്ട് എഴുതുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു എക്സാമിനറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കാണുക. ഒരു എക്സാമിനർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കാണുമ്പോൾ എത്രയോ എസ് എ ആയിരിക്കും ആ എക്സാമിനർ നോക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നല്ല ഐഡിയാസിലായിരിക്കണം, നമ്മുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങിലായിരിക്കണം. ഇല്ലെങ്കിൽ എത്ര നന്നായിട്ട് നമ്മൾ എഴുതിയാലും ഒരു ആവറേജ് മാർക്സിൽ നിന്ന് പോകും. ആവറേജ് മാർക്കിന്റെ മുകളിൽ പോകണമെങ്കിൽ പലപ്പോഴും ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ എഴുതാൻ ശ്രമിക്കും. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നല്ല സ്റ്റോറീസ്, ചിലപ്പോൾ ഒരു സ്റ്റോറീസിലൂടെ ചിലപ്പോൾ ആ ഒരു എസ്സേയുടെ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഡീപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, എത്രയും ക്രിയേറ്റീവായിട്ട് എനിക്കൊരു എസ്സേ ആൻസർ ചെയ്യാൻ പറ്റുമോ അത്രയും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മൾ സ്ലൈഡിൽ കാണുന്നത് യു പി എസ് സിയിൽ തന്നെ ചോദിച്ച കുറെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ യു പി എസ് സിയിൽ പാർട്ട് എ, പാർട്ട് ബി, നമ്മൾ ആ സ്പെസിമെൻ കോപ്പി ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പൊ ആ സ്പെസിമെൻ കോപ്പി നമ്മൾ നോക്കുമ്പോൾ പാർട്ട് എ, പാർട്ട് ബി ഈസ് ദിയർ, സെക്ഷൻ എ, സെക്ഷൻ ബി. സെക്ഷൻ എയിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം. സെക്ഷൻ എയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ 1000 to 1200 വേർഡ്സിനാണ് നമ്മൾ ഒരു എസ് എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ്സേയുടെ മാർക്ക് 125 മാർക്കാണ്. അപ്പൊ സെക്ഷൻ എയിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യണം, സെക്ഷൻ ബിയിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യണം. അപ്പം 4 എണ്ണം ഉണ്ട് സെക്ഷൻ ബി, അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക. സെക്ഷൻ എയിൽ 4 എണ്ണം ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ളത്. ഒരു എസ്സേക്ക് 125 മാർക്സ്.
അപ്പൊ നമുക്ക് 3 hours ആണുള്ളത്. അപ്പൊ നമ്മൾ ഒരു എസ്സേക്ക് 1.5 hours ആണുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ 1.5 hours നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അപ്പൊ ആദ്യമേ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ. കാരണം 125 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഡിസിസീവ് ആണ്. നമ്മൾ മറ്റേ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1-ൽ ഒരു എണ്ണം പോയി കഴിഞ്ഞാൽ 10 മാർക്സ് ഓർ 15 മാർക്സ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ 125 മാർക്സ്, ദാറ്റ് ഈസ് വെരി ഡിസിസീവ്. അതുകൊണ്ട് തന്നെ ആദ്യമേ കുറച്ച് സമയം എടുത്താണെങ്കിൽ ഈ 4 എണ്ണത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ എഴുതാൻ പറ്റുന്ന എന്തെന്നുള്ളത് ഞാൻ ചൂസ് ചെയ്യണം. ഒരു എസ്സേക്ക് 1.5 hours ആണ്. ആദ്യത്തെ ഒരു 15 to 20 minutes മാക്സിമം നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യാം. എന്തൊക്കെ ഡയമെൻഷൻസിലേക്ക് പോകണം, ബോഡി എന്തായിരിക്കണം, എന്തൊക്കെയായിരിക്കണം കൺക്ലൂഷൻ, എന്തൊക്കെ എക്സാമ്പിൾസ് ഞാൻ യൂസ് ചെയ്യണം. അപ്പൊ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ ആണ്. അല്ലാതെ നമ്മൾ ജനറൽ സ്റ്റഡീസ് എഴുതുന്ന ആദ്യം അങ്ങ് എഴുതുമല്ലോ. ഒരു 50 to 20 minutes നമ്മൾ ലാസ്റ്റ് പേജ് നമ്മൾ നോക്കുവാണെങ്കിൽ സ്പേസ് ഫോർ റഫ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ സ്പേസ് ഫോർ റഫ് വർക്കിലാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യണം കൊടുക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ ഈ സ്പേസ് ഫോർ വർക്കിൽ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ആദ്യത്തെ ഒരു 50 to 20 minutes നമ്മൾ ചെയ്യുന്നത്. മാക്സിമം 20 minutes എന്ന് പറയാൻ കാര്യം, നമ്മൾ ഈ എസ്സേ എഴുതുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് കിട്ടിക്കോളും. ചിലർ കൂടുതൽ സമയം അതിനു വേണ്ടി കൊടുത്ത് എഴുതുന്ന സമയം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അവരുടെ എസ്സേയുടെ ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആവും. അപ്പോൾ ഒരു 1.5 hour 50 to 20 minutes നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം എൻ്റെ എസ്സേയുടെ ഫ്ലോ പോകേണ്ടത്, എന്തൊക്കെ എക്സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ആദ്യത്തെ ഒരു 15 to 20 minutes എന്ന് പറയും. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എസ്സേയുടെ സ്പെസിമെൻ കോപ്പിയിൽ നമുക്ക് നോക്കുമ്പോൾ 12 pages ആണ് ഒരു എസ്സേക്ക് വിട്ടിരിക്കുന്നത്, 12 pages. പക്ഷെ നമ്മൾ ഈ പേജസ് നോക്കുമ്പോൾ അപ്പുറത്ത് 2 സൈഡിലും മാർജിൻ ഉള്ളതുകൊണ്ട് നമ്മൾ ലിറ്ററലി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യം എഴുതാനേ സത്യം പറഞ്ഞാൽ പറ്റുള്ളൂ. 1200 വേർഡ്സ് ആണെങ്കിലും. കണ്ടന്റ് കൂടുതലുള്ളവരുടെ കാര്യം പറയുന്നത്. ഇൻ കേസ് ഇല്ല സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇല്ല നമുക്ക് കണ്ടന്റ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് എഴുതുമ്പോൾ തന്നെ നമ്മുടെ ചിലപ്പോൾ എന്ത് ചെയ്യും തീർന്നു. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യണം. കാരണം 125 മാർക്സിന്റെ പേപ്പർ ആണ്. നമ്മൾ നല്ല കണ്ടന്റ് ഉണ്ടായിരിക്കണം, നല്ല ആർഗ്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പേപ്പർ ഫില്ല് ചെയ്യുന്നത് മാത്രമല്ല, സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു എസ്സേ വായിച്ചു നോക്കിയാൽ എക്സാമിനറിന് ദർ ഷുഡ് ബി എന്തായിരുന്നു എക്സാമിനറിന് കുറച്ച് ഇൻപുട്സ് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ എസ്സേ എഴുതേണ്ടത്. പിന്നെ എപ്പോഴും ആദ്യമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ വിസ്ഡം ഓഫ് ആൻ എക്സാമിനർ. അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ഉള്ളവരായിരിക്കും. നിങ്ങൾ ഏത് ഡെപ്തിൽ പോയാലും ഏത് റേഞ്ചിൽ പോയാലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും. നെവർ തിങ്ക് ദാറ്റ് യു ആർ ദ കസ്റ്റോഡിയൻ ഓഫ് ഓൾ ദ വിസ്ഡം ആൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളേലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. അവർ ഏത് ഡെപ്തിൽ നമ്മൾ പോയാലും ചിന്തിക്കാനും വായിക്കാനും മനസ്സിലാവുന്നവരായിരിക്കും. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സ്റ്റേ ഗ്രൗണ്ടഡ്. അപ്പൊ നമ്മളൊരു എസ്സേ എഴുതുന്ന സമയത്ത് എന്താണ്, മാക്സിമം ഡയമെൻഷൻസിലേക്ക് പോവുക, മാക്സിമം എക്സാമ്പിൾസിലേക്ക് പോവുക, എന്തുമാത്രം ഡെപ്തിലേക്ക് പോവുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതൊരു ഇൻഫോർമൽ വേ ഓഫ് റൈറ്റിംഗിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഒരു എസ്സേ നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ നമ്മൾ ഇത്തിരി കൂടി ഒരു ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് ആണ്. പക്ഷെ നമ്മളിത് എസ്സേ നമ്മൾ പോകുമ്പോൾ ഒരു ഇൻഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സ്റ്റോറീസ് യൂസ് ചെയ്യാം. നമുക്ക് കോട്ട്സ്, നമ്മുടെ എക്സാമ്പിൾസ്, നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ എന്തെങ്കിലും കോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്. എസ്സേ യു ഷുഡ് റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്. ദർ ഷുഡ് ബി ഇമോഷൻസ് ദാറ്റ് യു ഷുഡ് കൺവേ. അപ്പൊ എസ്സേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എഴുതി ഫില്ല് ചെയ്യുക എന്നുള്ളതിനപ്പുറം നിങ്ങൾ ദർ ഷുഡ് ബി സബ്സ്റ്റൻസ് ഇൻ യുവർ എസ്സേ. You should be able to convey good emotions. There should be strong arguments. There should be good quality thoughts. There should be relevant examples, good quotes from various thinkers. ഇതൊക്കെയാണ് ഒരു എസ്സേ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്. ഏത് ഡ്രൈ ടോപ്പിക് കിട്ടിയാലും ഒരു റൈറ്ററിന്റെ, ഒരു കാൻഡിഡേറ്റിന്റെ ഒരു മികവാണ്. അതെന്തുമാത്രം എന്താ പറയാ ഡൈനാമിക് ആയിട്ട് എഴുതാൻ സാധിക്കുക, അല്ലെ എന്തുമാത്രം ഒരു എന്താ പറയാ അതിൻ്റെ അകത്ത് എന്തുമാത്രം ലൈഫ് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 എസ്സേ ടോപ്പിക് ഉണ്ട്. അത് ഒരെണ്ണത്തിന് 1.5 hour നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ഡയമെൻഷൻസിലേക്ക് പോവുക.
നമ്മൾ ഈ 2024 ചോദിച്ച ഒരു എസ്സേ നോക്കുമ്പോൾ ഒരു എസ്സേ ഇതായിരുന്നു. There is no path to happiness. Happiness is the path. അപ്പൊ നമ്മൾ ഈ ഒരു എസ്സേ എഴുതുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ബ്രെയിൻ സ്റ്റോം ചെയ്യും അല്ലെ? ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് എന്തൊക്കെയായിരിക്കണം എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇപ്പൊ എല്ലാവരും എഴുതുമായിരിക്കും ഹാപ്പിനെസ് ഈസ് ദ പാത്തിനെ കുറിച്ച് എല്ലാവരും എഴുതുമായിരിക്കും. പക്ഷെ ഡിഫറൻസ് കൊണ്ടുവരേണ്ടത് നമ്മുടേതായ നല്ല ക്വാളിറ്റി ഓഫ് തോട്ട്സ്. അത് ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത്, there is no path to happiness, happiness is the path. ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പൊ എപ്പോഴും നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ഒരു എസ്സേ എഴുതാൻ ശ്രമിക്കുക. അതിൽ സ്റ്റോറീസ് കൊണ്ടുവരാം, ഒരു ഇൻഫോർമൽ വേ ഓഫ് റൈറ്റിങ് നമുക്ക് കൊണ്ടുവരാം, ഒരു കൈൻഡ് ഓഫ് ഡയലോഗ്സ് നമുക്ക് അതിൽ കൊണ്ടുവരാം, നല്ല എക്സാമ്പിൾസ് നമുക്ക് കോട്ട് ചെയ്യാം, നല്ല തിങ്കേഴ്സ് ഒക്കെ പറഞ്ഞ കോട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ അതിൻ്റെ അകത്തൊരു ഫ്ലോ ഉണ്ടായിരിക്കണം. ആ ഒരു എസ്സേയിലെ ഒരു ഫ്ലോ, അതോടൊപ്പം തന്നെ സ്പെല്ലിങ്ങും ഗ്രാമർ മിസ്റ്റേക്കും മാക്സിമം കുറയ്ക്കുക. കാരണം നമ്മളൊരു വായിക്കുമ്പോൾ അതിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്, എക്സ്പ്രസ് യുവർ ഇമോഷൻസ്, യൂസ് ഷാർപ്പ് ആൻഡ് പ്രിസൈസ് വേർഡ്സ്. കാരണം നമുക്ക് ഒരു ആവറേജിൽ നിന്ന് നല്ല മാർക്കിലേക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഐഡിയാസ് കൺവേ ചെയ്യാൻ പറ്റണം ബൈ യൂസിങ് ഷാർപ്പ് ആൻഡ് പ്രിസൈസ് വേർഡ്സ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫിലോസഫിക്കൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസിൽ ഒരു ഡിഗ്രി ഓഫ് ടഫ്നെസ്സിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഏതിലാണ് സ്ട്രോങ് എന്നുള്ളത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രോങ് ഏരിയ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എസ്സേ എഴുതുമ്പോൾ, ചിലവരുടെ സ്ട്രോങ് ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ സ്റ്റഡീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ IR നിന്നോ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നോ ഒക്കെ. അപ്പൊ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എസ്സേ എഴുതിയാൽ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടുമോ, അതോ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇത് എഴുതുമ്പോഴാണ്. ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഫിലോസഫിക്കൽ ആണെങ്കിൽ പോലും അതിന്റെ ഡിഗ്രി ഓഫ് ടഫ്നെസ്സിൽ വ്യത്യാസമുണ്ട്. ചില സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെരി ഫിലോസഫിക്കൽ. അപ്പൊ ഫിലോസഫിക്കൽ ആയിട്ടുള്ള എഡ്ജ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ, ഒരു കാൻഡിഡേറ്റിന് അത് അറ്റംപ്റ്റ് ചെയ്യും. വേറൊരാൾ മനസ്സിലാക്കുവാണ് അയാൾക്ക് ഫിലോസഫിക്കൽ എസ്സേ എഴുതുമ്പോൾ അധികം കണ്ടന്റ് വരില്ല. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ തന്നെ ടഫ്നെസ് കുറവുള്ള ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് എടുക്കുക. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയാസിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റൈറ്റ് ദാറ്റ് ഈസ് എ കീ ടു ഇംപ്രൂവ് യുവർ സെൽഫ്. എഴുതി തെളിയണം എസ്സേ ഒക്കെ ആണെങ്കിൽ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഏറ്റവും നല്ല രീതിയിൽ കോമ്പറ്റൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളൊരു ആക്റ്റീവായിട്ട് നമ്മൾ ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമാണ് കൂടുതൽ എഴുതുക എന്നുള്ള. അറ്റ്ലീസ്റ്റ് ചിന്തിച്ചെങ്കിലും ഇരിക്കുക. ക്വസ്റ്റ്യൻസ് എടുക്കുക, പ്രീവിയസ് എസ്സേ ക്വസ്റ്റ്യൻസ് എടുക്കുക, ചിന്തിച്ചിരിക്കുക. ആദ്യത്തെ 15-20 മിനിറ്റ് നമ്മൾ എക്സാമിനേഷൻ എൻവയോൺമെന്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്തൊക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്നെന്ന് ചെയ്യുമല്ലോ, അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. എന്നിട്ട് 1-2 എസ്സേ എഴുതുക, അല്ലെങ്കിൽ മറ്റുള്ള എസ്സേസ് എന്ത് ചെയ്യുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മളൊരു എസ്സേയിലൂടെ പോയിക്കൊണ്ട് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു എസ്സേ 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, there is no path to happiness, happiness is the path. ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറയാണ്, നമ്മൾ എന്തുമാത്രം നല്ല ഐഡിയാസ് കൊണ്ടുവരുന്നോ അതൊക്കെ നമുക്ക് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നല്ല എക്സാമ്പിൾസ് കൊണ്ടുവരിക. So the idea that happiness is not a destination but is a way of traveling, happiness as a journey. അപ്പൊ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്താണ്? നമ്മുടെ എന്തെങ്കിലും ഒരു സക്സസോ, നമ്മൾ എന്തെങ്കിലും വിചാരിക്കും, നമ്മൾ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സോ, നമ്മൾ എന്തെങ്കിലും ആർജിച്ച എന്തെങ്കിലും വിജയമോ ഒന്നും അല്ല നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് പോകുന്നത്. ഹാപ്പിനെസ് എന്ന പ്രോസസ്സാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ കിട്ടേണ്ടിയിരിക്കുന്ന ആ ഒരു ദിസ് മൊമെന്റ് should actually drive us to happiness. So happiness is the path. ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകും. പിന്നെ വേറൊരു സജഷൻ ആണ്, നമ്മൾ 2-3 സെന്റൻസ് എഴുതിയിട്ട് പിന്നെ ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരിക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് അങ്ങ് പോകും. സോ ഹാപ്പിനെസ് ആസ് എ ജേർണി, ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? എവറി മൊമെന്റിനെ എൻജോയ് ചെയ്യാൻ പറ്റുക, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തുക. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ജേർണിയാണ്, അതൊരു ഡെസ്റ്റിനേഷൻ അല്ല. ജീവിതത്തിൽ ജോയ് ഫുൾഫിൽഡ് ആകുക എന്നുള്ളതാണ് പരമപ്രധാനം എന്നുള്ള രീതിയിൽ.
So this actually illustrates how fulfillment is found not in outcomes, but in the way we embrace each moment, each experience, and each step. അപ്പോൾ നമുക്ക് വളരെ നമ്മൾ പാരഗ്രാഫ് ചുമ്മാ ജനറൽ സ്റ്റഡീസ് പോലെ എഴുതി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എക്സാമിനെ സംബന്ധിച്ച് ഒരു ബോറിംഗ് ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു കോൺവെർസേഷൻ പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണേൽ കൊണ്ടുവരാം. നമ്മൾ എപ്പോഴും പരിശ്രമിക്കുന്ന എന്തൊരു എസ്സേ എന്തുമാത്രം ക്രിയേറ്റീവായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും, എന്തുമാത്രം എന്താ പറയുക നല്ല തോട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമിനേഷൻ ഹോളിലൊക്കെ ഇരുന്ന് നമുക്ക് സത്യം പറഞ്ഞ ഒരു സ്റ്റോറി മെനഞ്ഞെടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെക്കുക. നമുക്കൊരു കളക്ഷൻസ് ഓഫ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് എസ്സേ എഴുതാൻ വേണ്ടിയിട്ടൊക്കെ. കാരണം പലപ്പോഴും ഈ സ്റ്റോറീസിലൂടെയൊക്കെ നമുക്ക് എന്തായിരിക്കും, വി കുഡ് ആക്ച്വലി എന്തായിരുന്നു അതിന്റെ വെരി എസെൻസിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റും ആ ഒരു ക്വസ്റ്റ്യന്റെ. അപ്പൊ ഈ എസ്സേയുടെ പല സ്റ്റേറ്റ്മെന്റും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എന്തുമാത്രം ഡെപ്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. നമ്മുടെ റൈറ്റിംഗ് പോലെ പലപ്പോഴും വളരെ ഡെപ്ത്ഫുൾ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന പല സ്റ്റേറ്റ്മെന്റ് ആണ് UPSC എസ്സേയിൽ വരുന്നത്. അപ്പൊ എന്തുമാത്രം ഡീപ്പറായിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എത്ര ഡീപ്പറിൽ പോയാൽ കഴിഞ്ഞാലും എക്സാമിനർ ഹാസ് ദാറ്റ് വിസ്ഡം ടു അണ്ടർസ്റ്റാൻഡ്. സോ എന്താണ് കൂടുതൽ ഡീപ്പർ വെർഷൻസിലേക്ക് പോവുക എന്നുള്ളതാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു കീ. ഒരു പെരിഫറൽ വേയിൽ നിന്ന് നമുക്ക് ഒരു ആൻസർ എഴുതാം. ഹാപ്പിനെസ് ഇസ് എ ജേർണി ആണ്, സോറി ഹാപ്പിനെസ് ഒരു ജേർണി ആണ് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ അല്ല എന്നുള്ളത്. പക്ഷെ എന്തുമാത്രം ഡീപ്പർ വെർഷൻസിലേക്ക് അത് പോകാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു സ്റ്റോറി എപ്പോഴും വേറൊരു കാര്യം സജസ്റ്റ് ചെയ്യാനുള്ളത്, എല്ലാവർക്കും യുണീക്ക് വേ ഓഫ് റൈറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ യുണീക്ക് വേ ഓഫ് റൈറ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. പക്ഷെ അതിൽ കൂടുതൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുക, അല്ലാതെ ആരെങ്കിലും വേറൊരാളെ അനുകരിച്ച് നിങ്ങൾ ആ രീതിയിൽ എഴുതുക എന്നുള്ളതല്ല. എവ്രി വൺ ഹാവ് എ യുണീക്ക് വേ ഓഫ് റൈറ്റിംഗ്. നിങ്ങളുടെ യുണീക്നെസ്സിലേക്ക് നിങ്ങൾ എന്തുകൊണ്ടില്ല കൂടുതൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു ഫാമറിന്റെ ഒരു റിമോട്ട് വില്ലേജിൽ പാകുന്ന ഒരു കർഷകൻ, ഹി ഈസ് ആക്ച്വലി വർക്കിംഗ് ഫോർ ലോങ് ഹവേഴ്സ് ഇൻ ദ സൺ. അപ്പൊ ഒരു ട്രാവലർ ആ ഫാർമറോട് ചോദിക്കുകയാണ്, വൈ ആർ യു സോ ഹാപ്പി? Don't you want to see the world beyond this village? The farmer laughed and replied, if you cannot find peace within a blade of grass or joy in a single meal, no distant land will ever satisfy you. അപ്പൊ നമ്മള് എന്തായിരുന്നു, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെന്റൻസിലൂടെ എന്തെങ്കിലും എഴുതുന്നതിലും ഒക്കെ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, ടച്ച് ചെയ്ത് പോകാം. എങ്ങനെയാണ് ചിലപ്പോൾ ഒരു സ്റ്റോറിയിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി ആണെങ്കിൽ പോലും ജസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാതെ ഡയലോഗ്സ് ഒക്കെ ആയിട്ടൊക്കെ എഴുതാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആരാണോ വായിക്കുന്നത് അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പലപ്പോഴും സഹായിക്കും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പല റൈറ്റേഴ്സ്, പല ലീഡേഴ്സ് അവരുടെ കോട്ട്സ് ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ആ ഒരു ഫാമറിന്റെ എക്സാമ്പിളിലൂടെ എവിഡന്റ് ആണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ്മെന്റിന്റെ കൂടുതൽ ഡീപ്പർ വെർഷൻസിലേക്ക് നമ്മൾ പോയി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു റൈറ്ററിന്റെ ഒരു കോട്ട്സ് നമ്മൾ ആഡ് ചെയ്യാണ്. ഫോർ എവറി മിനിറ്റ് യു ആർ ആംഗ്രി യു ലൂസ് 60 seconds of happiness. So farmer understood that happiness was woven into a small everyday experience of life. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിതത്തിന്റെ ചെറിയ ചെറിയ മൊമെന്റ്സ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഹാപ്പിനെസ്. പിന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ള, ഒരിക്കലും വിചാരിക്കരുത് വളരെ എന്തായിരുന്നു കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇംപ്രസ് ചെയ്യാം എക്സാമിനറിന്. കട്ടിയുള്ള വാക്കുകളല്ല, നല്ല തോട്ട്സ് ആണ് പലപ്പോഴും ഒരു റീഡർ ആരായാലും അവരെ ഇംപ്രസ് ചെയ്യാൻ തോന്നും. അപ്പൊ എന്തുമാത്രം ഡീപ്പർ വെർഷൻസിൽ നല്ല തോട്ട്സ് കൊണ്ടുവരാൻ സാധിക്കുമോ, ദാറ്റ് വിൽ ഇംപ്രസ് എ എക്സാമിനർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതിലൂടെ കണ്ടത് എന്താ, സ്റ്റോറീസിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. സ്റ്റോറി ആണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുന്നതിന് പകരം ഡയലോഗ്സ് ആയിട്ട് എഴുതി നിങ്ങൾക്ക് അതിനെ പ്രസന്റ് ചെയ്യാം. ഏതെങ്കിലും റൈറ്റേഴ്സിന്റെയോ തിങ്കേഴ്സിന്റെ ഒക്കെ കോട്ട്സ് നിങ്ങൾക്ക് അതിൽ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ കൂടുതൽ എന്താകുക, ആ ഒരു എന്താ പറയാ, റൈറ്റിംഗ് കൂടുതൽ ക്രിയേറ്റീവ് ആക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും എസ്സേ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ഏത് ഡയറക്ഷൻസിലേക്കാണ് പോകുന്നതെന്നൊരു നമ്മളൊരു എക്സാമിനർ കൂട്ടിക്കൊണ്ടു പോവുക. അടുത്തത് മിത്ത് ഓഫ് ഡെസ്റ്റിനേഷൻ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഹാപ്പിനെസ് എന്നുള്ള ഒരു മിത്ത്. അതായത് എന്താണ്, എന്തെങ്കിലും ആർജിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹാപ്പിനെസ് എന്നുള്ള ഒരു മിത്ത്.
ഉണ്ടാകുന്നതാണ് ഹാപ്പിനെസ്. അല്ലെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു പ്രോഗ്രസ് ഉണ്ടായതിനു ശേഷമാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് മിത്ത്. അപ്പൊ ഈ ഹെഡിങ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ട്, നമ്മളൊരു ഡയറക്ഷൻസിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ പറയാണ്, ഫോർ സെഞ്ചുറീസ് സൊസൈറ്റി ഹാവ് ലിങ്ക്ഡ് ഹാപ്പിനെസ് വിത്ത് അച്ചീവ്മെന്റ്. In many ways, this belief shape our lives. We go to school to learn, we get a job, to build a career, to buy a house, to have a family. Each milestone is expected to bring with it a greater measure of happiness. The idea being that if we meet all these goals, happiness will naturally flow. അപ്പൊ ഈ ഡെസ്റ്റിനേഷൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഒരു ഗോൾ അറ്റൈൻ ചെയ്തിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടും എന്നുള്ളൊരു മിത്താണ്. പക്ഷെ happiness still feels just out of reach. അപ്പൊ നമ്മൾക്ക് സിമ്പിൾ വേർഡ്സിലൂടെ നമ്മൾക്ക് കൺവേ ചെയ്യാൻ പലപ്പോഴും പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ ഭയങ്കര വൊക്കാബുലറി യൂസ് ചെയ്യുന്നതിലും സിമ്പിൾ വേർഡ്സിലൂടെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ യു ക്യാൻ കൺവേ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്. നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ എങ്ങനെയാണ്, വി ആർ ആക്ച്വലി നമ്മൾ അനാലിസിസ് ചെയ്ത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ എസ്സേ അങ്ങനെയല്ല. എസ്സേ ഇത്തിരി കൂടി ഓപ്പൺ എൻഡഡ് ആണ്, ഇത്തിരി കൂടി ഇൻഫോർമൽ വേ ഓഫ് റൈറ്റിംഗ് പോസിബിൾ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ ഓഫ് മീര. ഷീ ഈസ് എ ഹൈലി സക്സസ്ഫുൾ ലോയർ, ഹാസ് എവറിത്തിങ് വൺ മൈ തിങ്ക് വുഡ് ബ്രിങ് ഹാപ്പിനെസ്. ഇംപ്രസീവ് കരിയർ ഉണ്ട്, ബ്യൂട്ടിഫുൾ ഹോം, active social life. Yet despite these accomplishments, she feels so empty. Her days are filled with stress and anxiety. But Meera says, ഒരു മോണോട്ടോണി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ട്സ് ആയിട്ട് തന്നെ എഴുതുന്നത്. I guess I thought all of this would make me happy, but no matter what I achieve, there is always something else I feel I need to reach for. അപ്പൊ ആ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ പറയാൻ ശ്രദ്ധിച്ചത് പറയുകയാണ് അല്ലെ, ഡെസ്റ്റിനേഷൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു മിത്താണ്. പലപ്പോഴും വേർഡ്സിൽ കൺവേ ചെയ്യുന്നതിൽ ഇത്രയും കൂടി ഡീപ്പറായിട്ട് നമ്മളൊരു എക്സാമ്പിൾസ് സ്റ്റോറി ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് കൺവേ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു റൈറ്റിംഗ് സ്കില്ലിന്റെ ഒരു ഇതാണ്, നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് അതേപടി ഒരു നമ്മുടെ എസ്സേ വായിക്കുന്ന ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലാണ്. പലപ്പോഴും ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുന്ന ഒന്നായിരിക്കും, പക്ഷെ അത്ര ഫലപ്രദമായിട്ട് അയാൾക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റണമെന്നില്ല ആ ഒരു ഐഡിയ ചിലപ്പോൾ. പക്ഷെ നമുക്ക് നല്ല റൈറ്റിംഗ് സ്കില്ലുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു എക്സാമ്പിളിലൂടെ ശരിക്കും എന്താണ്, ഒരു എക്സാമിനറിനെ സെയിം പ്ലാറ്റ്ഫോമിലേക്ക് ഒരു റൈറ്ററിന് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു റീഡറിനെ സെയിം പ്ലാറ്റ്ഫോമിലേക്ക്. റൈറ്റർ എന്ത് ഐഡിയ ആണ് ഉദ്ദേശിച്ചത് അതേ അർത്ഥത്തിൽ, അതേ ലെവലിൽ, അതേ റേഞ്ചിലേക്ക് ഒരാളെ പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നമ്മളിവിടെ എന്താണ്, ഒരു പുട്ടിന് പീര ഇടുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്തു അല്ലെ. ചുമ്മാ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എന്തെങ്കിലും എഴുതുന്നതല്ലാതെ, എഴുതി പോവാതെ നല്ല കോട്ട്സ് കൊണ്ടുവരിക, എക്സാമ്പിൾസ് കൊണ്ടുവരിക, കുറച്ച് ഡയലോഗ്സ് കൊണ്ടുവരിക. അതിന്റെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. The chief requirement of good life then isn't wealth or power, but the ability to appreciate simple pleasure. Simple ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക, അതിനോട് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഹാപ്പിനെസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി പലപ്പോഴും ഒരു എസ്സേ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചിലരെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിൾ ചെയ്യും, കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് സ്ട്രഗിൾ ചെയ്യും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫിലോസഫിക്കൽ എസ്സേ എഴുതുമ്പോൾ ഫിലോസഫിക്കൽ ഇൻക്ലിനേഷൻ ഇല്ലാത്തൊരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ക്വസ്റ്റ്യനിലെ ഏറ്റവും സിമ്പിൾ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത് നല്ലത്. പക്ഷെ ഫിലോസഫിക്കൽ ഇൻക്ലിനേഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും ടഫസ്റ്റ് എഴുതുന്നത്, കാരണം അയാൾക്ക് ആ ഒരു ഫിലോസഫിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ട്, ഓൾറെഡി ആ കുറെ കണ്ടന്റും ഐഡിയാസും അയാളുടെ കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മള് പലപ്പോഴും ഈ എസ്സേ എഴുതുന്ന സമയത്ത് ഒരേ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആകാനുള്ള ടെൻഡൻസി സ്വാഭാവികമായിട്ട് ഒരു കാൻഡിഡേറ്റിനുണ്ടാകും. അപ്പൊ നമ്മൾ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് അവോയ്ഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഡയമെൻഷൻസിലേക്ക്, പുതിയ ഏരിയാസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക റൈറ്റിംഗിൽ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എംബ്രേസിങ് ഇംപെർഫെക്ഷൻസ്.
എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയാം. നല്ലൊരു എക്സാമ്പിൾസ് ഒക്കെ കൂട്ടി ചെയ്ത് എന്തായിരുന്നു ഇംപെർഫെക്ഷൻസിനെ എംബ്രേസ് ചെയ്യുന്നത് തന്നെയാണ് ഹാപ്പിനെസ് എന്നുള്ളത്. ദാറ്റ് മീൻസ് ഹാപ്പിനെസ് ഈസ് ദ പാത്ത്. Often we wait for something to fall perfectly into place before allowing ourselves to feel content. But what if we embraced imperfections as a part of life's beauty? നമ്മളൊരു ക്വസ്റ്റ്യൻ പോലെ എഴുതുക, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് വരെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ ഒരു കുറെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതി കുറെ സെന്റൻസ് എഴുതി പോകുന്നതിന് വരാതെ നമുക്ക് ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫുഡ് ഫോർ തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു റൈറ്റിംഗ് ഏത് റൈറ്റപ്പ് എഴുതുമ്പോഴും ചിലപ്പോൾ ഈ എസ്സേ പോലെയുള്ള ഇൻഫോർമൽ വേ ഓഫ് റൈറ്റപ്പ് ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ആസ് എ കൈൻഡ് ഓഫ് എന്താണ് ഫുഡ് ഫോർ തോട്ട് ഫോർ ദ റീഡർ ഹു ഇസ് റീഡിങ്. സോ ദർ ഇസ് എ ജാപ്പനീസ് ആർട്ട് കിറ്റ്സുഗി. അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടിയ പോട്രീസ് ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ഫോം ചെയ്യുന്നത്. അപ്പൊ അത് കാണിക്കുന്ന എന്താണ്, ടേണിങ് ഓൾ ദ ഫ്ലോസ് ഇൻ യുണീക് ബ്യൂട്ടിഫുൾ പാറ്റേൺസ്. അപ്പൊ പൊട്ടിപ്പോയ കഷ്ണങ്ങളെയൊക്കെ യോജിപ്പിച്ച് ചേർത്തിട്ട് അതൊരു ആർട്ടായിട്ട് ഫോംസിലൂടെ, അപ്പൊ ഗോൾഡ് സിൽവർ ഒക്കെ അതിന്റെ ഇടയിലൊക്കെ പൂശിയിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ആർട്ട് ഫോംസ് ഉണ്ടാക്കുന്നു. അപ്പൊ അത് നമുക്ക് വരുന്നൊരു മെസ്സേജ് എന്താ, ഇതാണ് ലൈഫിൽ എന്താണ് നഷ്ടപ്പെട്ടു പോയ ഡ്രീംസ് ഉണ്ടായിരിക്കും, ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുമായിരിക്കും, ഫെയിലിയേഴ്സ് ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഇതിനെയൊക്കെ എന്ത് ചെയ്യാണ്, ഇതിനെയൊക്കെ ഇതുപോലെ തന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺസിലേക്ക് ആക്കുകയാണ്, ഫിൽഡ് വിത്ത് ഗ്രേസ്. ദാറ്റ് മേക്സ് യു സോ യുണീക്. സോ എംബ്രേസിംഗ് ഇംപെർഫെക്ഷൻസ് ഈസ് ഓൾ അബൌട്ട് ഹാപ്പിനെസ്. എന്നിട്ട് നമ്മളത് ഡീപ്പർ ആയിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്, നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വെൻ വി സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് കണ്ടീഷൻസ് ആൻഡ് എംബ്രേസ് ലൈഫ് ആസ് ഇറ്റ് ഈസ് വിത്ത് ഇറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ്, ഹാപ്പിനെസ് ബിക്കം എ കമ്പാനിയൻ ഓൺ ദ ജേർണി. അപ്പൊ ഹാപ്പിനെസ് നമ്മുടെ കമ്പാനിയൻ ആയിട്ട് മാറും. കാരണം എന്താണ്, വെൻ വി എംബ്രേസ് ലൈഫ് വിത്ത് ഓൾ ഇറ്റ്സ് ഇംപെർഫെക്ഷൻസ്. നമ്മളൊരു റൈറ്ററിനെ കോട്ട് ചെയ്യാണ്, ദർ ഇസ് എ ക്രാക്ക് ഇൻ എവറിത്തിങ്, ദാറ്റ്സ് ഹൗ ദ ലൈറ്റ് ഗെറ്റ്സ് ഇൻ. അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ദർ വിൽ ബി ലോട്ട് ഓഫ് വൂണ്ട്സ്, ത്രൂ ദിസ് വൂണ്ട്സ് ദ ലൈറ്റ് വിൽ എൻറ്റർ. Happiness like a light can enter through the cracks of our imperfect lives, filling our hearts if we let it. അപ്പൊ നമ്മൾ എന്താണ് ഒരു വൂൺസ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഒരു ഫെയിലിയേഴ്സ് ക്രാക്സ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെ ഇംപെർഫെക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എംബ്രേസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് എ വേ ടു ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഐഡിയ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, പല രീതിയിൽ നമ്മൾ ആ ഒരു ഇതിനെ പോയി ആദ്യമേ ഡെസ്റ്റിനേഷൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു മിത്താണെന്നുള്ള രീതിയിൽ നമ്മളെ ഡയറക്ഷൻ നമ്മൾ എഴുതി അങ്ങ് പോയി. അതിനുശേഷം നമ്മൾ അടുത്തൊരു ഡയമെൻഷൻസിലേക്ക് നമ്മുടെ റീഡറിനെ കൊണ്ടുവരികയാണ്. അതായത് എന്താണ്, ഇംപെർഫെക്ഷൻസ് എംബ്രേസ് ചെയ്യുന്നതാണ് യഥാർത്ഥ ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, പല ഡയമെൻഷൻസിലേക്ക് ഉണ്ട്. പിന്നെ നമ്മൾ പല സ്റ്റോറീസ് കോട്ട്സ് ഒക്കെ ഉപയോഗിച്ച് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ സ്റ്റോറീസ് നമുക്ക് എന്താ പറയാം, കൺവേ ചെയ്യുമ്പോൾ റിയൽ ലൈഫ് സ്റ്റോറീസിനെ കുറിച്ച് നമുക്കറിയാം. ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു സ്റ്റോറി റൈറ്റിംഗ് മോഡിലും അതിനെക്കുറിച്ച് എഴുതാം, എന്തെങ്കിലും ഒരു പേരൊക്കെ നൽകി ഇങ്ങനെയാണ്. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവേ ചെയ്യുന്ന ഐഡിയാസ് നമ്മൾ ഏത് ഡെപ്തിലാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതേ ഡെപ്തിൽ തന്നെ ഒരു വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എക്സാമ്പിൾസും സ്റ്റോറീസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഒരു മാരത്തൺ റണ്ണറിന്റെ ഒരു എക്സാമ്പിളിലേക്ക് കൊണ്ടുവരിക. വാസ് ട്രെയിൻഡ് ഫോർ മന്ത്സ് ടു കംപ്ലീറ്റ് ഹെർ ഫസ്റ്റ് റേസ്. അപ്പൊ ആ ഒരു റണ്ണർ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കുമ്പോൾ ഷീ ഈസ് ഇമാജിനിങ് ദ ക്രോസിംഗ് ദ ഫിനിഷ് ലൈൻ. പക്ഷെ ആ ഒരു റേസ് തുടങ്ങിയപ്പോ when the race begins, instead of focusing on the end, she starts focusing small moments, the support of her fellow runners, cheering crowd, the beauty of sunrise, etc. By the time she reaches the finish line, she realizes that joy wasn't in completing the race, but in each step along the way. അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കൊണ്ടുവന്ന എന്തിനാ, നമ്മൾ എംബ്രേസിങ് അവർ ഫ്ലോ അല്ലെങ്കിൽ എംബ്രേസിങ് അവർ ഇംപെർഫെക്ഷൻസിനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൈൻഡ് ഓഫ് സ്റ്റോറി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അതിലൂടെ നമ്മൾ പറയാണ്, ഹാപ്പിനെസ് മീറ്റ് us when we pay attention to what is happening now, being mindful
that means you are in the path to happiness. അപ്പൊ ആ ഒരു റേസ് വളരെ കോമ്പറ്റേറ്റീവ് റേസ് ആണ്. റേസിന്റെ ഡെസ്റ്റിനേഷൻ മാത്രം നോക്കുവാണെങ്കിൽ there is lot of stress and strain, but when she enjoyed every moment of that particular race, she is actually in a state of happiness. Always this happiness leads to success എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് ലീഡ്സ് ടു ഹാപ്പിനെസ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ എപ്പോഴും നടക്കുന്നതെന്നാണ് ഹാപ്പിനെസ് ഈസ് ആക്ച്വലി ദ കീ ടു സക്സസ്. ദെൻ നമ്മൾ അടുത്തൊരു ഡയമെൻഷൻസിലൂടെ പോവുകയാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്. എല്ലാ ഡിഫിക്കൽട്ടീസിന്റെ നടുവിൽ ഇറ്റ് ഈസ് എ ചോയ്സ് ടു റിമെയിൻ ഹാപ്പി. നമ്മളൊരു ഹോളോകാസ്റ്റ് സർവൈവറിന്റെ ഒരു എക്സാമ്പിൾ കൊണ്ടുവരികയാണ്. Everything can be taken from a man, but one thing, the last of human freedom, to choose one's attitude in a given set of circumstances. ഒരു ഹോളോകാസ്റ്റ് സർവൈവർ, അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റൈറ്റപ്പിൽ എഴുതിയൊരു കാര്യമാണ്. അപ്പൊ അതിലൂടെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതിരിക്കുന്ന സമയത്ത് when there is no hope, even at that time a person can choose happiness. Because it is a kind of mindset to choose one attitude in any given set of circumstances. അപ്പോൾ നമ്മൾ ഹാപ്പിനെസ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കണമെന്നില്ല, ബട്ട് ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. So despite unimaginable suffering, this Holocaust survivor found that he could still choose and moments of peace even in the darkest conditions. ഇപ്പൊ നമ്മള് എസ്ഐയില് നമ്മൾ മറ്റുള്ള സബ്ജക്റ്റിൽ പഠിച്ച എല്ലാ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ചെയ്യാം. നമ്മുടെ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുമ്പോഴുള്ള പല ന്യൂസസ് നമ്മൾ വായിക്കുമ്പോൾ നല്ല എക്സാമ്പിൾസ് നമ്മൾ കിട്ടുന്നത് എല്ലാം നമുക്ക് കോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു എസ്സേ ഒക്കെ എൻട്രി ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഒരു റീഡിങ് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. കാരണം എന്താണ്, നല്ല എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ പല വീഡിയോസ് ഒക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും. APJ അബ്ദുൽ കലാമിന്റെയോ പഴയ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സുധാമൂർത്തി റൈറ്റർ, അവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ ആക്ച്വലി എന്താണ്, നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ലൈഫ്, അവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, സക്സസ് എക്സെട്ര, അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീപ്പർ വെർഷൻ നമ്മൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പയ്യെ കണ്ടന്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. നമ്മളൊരു കുറച്ച് എഫേർട്ട് ആവശ്യമാണ്. നമുക്ക് കുറച്ച് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് എഴുതാനുള്ള കണ്ടന്റ് നമുക്ക് വേണം. എങ്ങനെയാണ് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുക? പലപ്പോഴും ഇങ്ങനെയുള്ള നല്ല റൈറ്റേഴ്സ്, തിങ്കേഴ്സിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ ഫ്രീ ടൈംസിൽ ജസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ ജസ്റ്റ് കുറച്ച് കോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുക. പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും, പ്രത്യേകിച്ച് എത്തിക്സ് പേപ്പറിലൊക്കെ എഴുതുന്ന, നമുക്ക് എത്തിക്സിന് വേണ്ടിയൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന കുറെ എക്സാമ്പിൾസ് ഒക്കെ എസ്സേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു ഇതിലേക്ക് പോകുന്നത് ഹാപ്പിനെസ് ഈസ് ദ പാത്ത് എന്ന ആ ഒരു ഇതില് നമ്മൾ പറയാണ്, ആക്ച്വലി പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ വേ ടു ഹാപ്പിനെസ്. അപ്പൊ ആ ഒരു ഡയമെൻഷനിൽ നമ്മൾ നമ്മുടെ ഒരു റൈറ്റിങ്ങിനെ കൊണ്ടുപോവുകയാണ്. അതായത് ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള സമയത്ത് വിൽ ഫീൽ ദാറ്റ് വി ആർ ബ്ലെസ്ഡ്. സോ ഇറ്റ് ആക്ച്വലി ലീഡ് us to happiness. So one of the simplest and most profound way to embrace happiness as a path is through gratitude. പിന്നെ ഏതെങ്കിലും ഒരു കോട്ട്സ് യൂസ് ചെയ്ത് നമ്മൾ പറയുക, ഏതെങ്കിലും റൈറ്ററിന്റെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് നല്ലതായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് അൺലോക്സ് ദ ഫുൾനെസ് ഓഫ് ലൈഫ്. It turns what we have into enough and more. അപ്പൊ ജീവിതത്തിൽ ഫുൾനെസ് ഉണ്ടാകുക പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഇൻഡിവിജ്വലിനാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാകേണ്ടത്, നമ്മൾ മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. വി ആർ ആക്ച്വലി എൻഗേജിങ് ഇൻ ആക്ട് ഓഫ് കൈൻഡ്നെസ് എക്സെട്ര, ബിക്കോസ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മൾക്ക് ഒത്തിരി കിട്ടിയതാണ്. സോ വി ഷുഡ് ഓൾസോ സെർവ് അതേഴ്സ്. അപ്പൊ പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു ഡയമെൻഷൻസിലൂടെ പറഞ്ഞു പോവുകയാണ് ഹാപ്പിനെസ് പാത്തുന്ന പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മളൊരു തിങ്കറിനെ കോട്ട് ചെയ്തിട്ട് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് അൺലോക്സ് ദ ഫുൾനെസ് ഓഫ് ലൈഫ്.
എന്നിട്ട് നമ്മൾ ഇമാജിൻ വേക്കിംഗ് അപ്പ് each morning and feeling genuinely thankful for your breath, your bed, your loved ones. Happiness is no longer something to reach. It becomes the ground on which we stand. നമുക്കുള്ളത് എന്താണോ അതിൽ നമ്മൾ തൃപ്തി അടയുക, അതിലോട് നന്ദിയുള്ളവരായിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് കാണിക്കുന്ന of art of being present. അതായത് നമ്മളൊരു മൈൻഡ്ഫുൾ ആകുക, അല്ലെങ്കിൽ ആ മൊമെന്റിൽ ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ദ ആർട്ട് ഓഫ് ബീയിങ് പ്രസന്റ് എന്നാണ്. So the concept of happiness as a path is not new. It can be found in many spiritual traditions. There is an emphasis on mindfulness, which means fully inhabiting the present moment without judgment. അപ്പോൾ നമ്മൾ എന്താണ് വേറൊരു ഡയമെൻഷൻ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊരു ഡയമെൻഷനിൽ പോയി, അതാണ് വേവ് ടു ദ പാത്ത്നെസ് എന്ന് പറഞ്ഞു. നമ്മൾ എന്താ പറയുക, എംബ്രേസിങ് അവർ ഫെയിലിയേഴ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്നു പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറയാണ് ബീങ് മൈൻഡ്ഫുൾ ആണ് പലപ്പോഴും നമ്മളെ കൂടുതൽ എന്താകുക, കൂടുതൽ ഹാപ്പി ആക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആകുമ്പോൾ കൂടുതൽ ഹാപ്പി ആകുക എന്നുള്ളത്. അപ്പൊ നമ്മളൊരു സ്റ്റോറി ഫ്രെയിം ചെയ്യാണ്. അരവിന്ദ് കൈൻഡ് ഓഫ് സ്കൾപ്റ്റർ who spends months creating a statue of his village patron deity. ഡെയ്റ്റിയുടെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും ആ വ്യക്തി രാവിലെ എഴുന്നേക്കും, കുറെ അധ്വാനിക്കും. അപ്പൊ ഒരു one fine morning a visitor from nearby village asked him, "Are you not impatient to see the statue completed?" Arvind smiled and replied, "If I focused only on the finished statue, I would miss the joy of shaping each detail." അപ്പൊ ഞാൻ എൻ്റെ അവസാനത്തെ ആ ഒരു ഫിനിഷ്ഡ് വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്താൽ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്താ, ഞാൻ ചെയ്യുന്ന ഓരോ മൊമെന്റിലെയും ജോയ് ആണ് ഞാൻ നഷ്ടപ്പെട്ടു പോകും. ഇത് കാണിക്കുന്ന എന്താ, ബീങ് മൈൻഡ്ഫുൾ ഓഫ് ദ ജേർണി ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് എ വേ ടു ഹാപ്പിനെസ്. പലപ്പോഴും നമ്മളൊരു എസ്സേ എഴുതുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എഴുതുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. എഴുതുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇങ്ങനെ സ്റ്റോറി ആ സമയത്ത് ഫ്രെയിം ചെയ്യാൻ പറ്റുമോ, നമുക്ക് നല്ല കോട്ട്സ് കിട്ടുമോ എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, റൈറ്റ് ദാറ്റ് ഇസ് എ കീ ടു എൻഹാൻസ് യുവർ മാർക്ക്. അപ്പൊ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കണം, നമുക്ക് ആ ടൈമിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള കുറെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു എക്സാമിനേഷൻ എൻവയോൺമെന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇത്തിരി സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നുള്ള റിയാലിറ്റിയാണ്. നേരത്തെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക എന്നുള്ളതാണ്. കുറെ കഥകൾ ആലോചിച്ച് വെക്കുക, എങ്ങനെയാ നമ്മുടെ എസ്സേ കൂടുതൽ ക്രിയേറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ മാർക്ക് നോക്കുമ്പോൾ എപ്പോഴും ഒരു എബോ ആവറേജ് മാർക്ക് വരുമ്പോൾ എപ്പോഴും അതിൻ്റെ അകത്ത് സബ്സ്റ്റൻസ് ഉണ്ട്, അല്ലാതെ എന്തെങ്കിലും എഴുതി പോയിട്ട് പേപ്പർ ഫില്ല് ചെയ്യുന്നതിലല്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എസ്സേയിൽ തന്നെ ഒരു അത്യാവശ്യം നല്ല മാർക്കിന്റെ ഡിഫറൻസ് ഒരു കാൻഡിഡേറ്റിന് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ആ മാർക്ക് ഹയർ മാർക്കിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും, എന്തായിരുന്നു ക്വാളിറ്റി ഓഫ് തോട്ട്സ്, ഒരു ഹയർ റേഞ്ചിലുള്ള ക്വാളിറ്റി ഓഫ് തോട്ട്സ് ആയിരിക്കും. നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും റൈറ്റിംഗ് പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാമിനർ വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഒരു എക്സാമിനർ വായിച്ചു കഴിഞ്ഞിട്ട് അയാൾ ഇൻട്രസ്റ്റ് ആയെന്ന് വിചാരിച്ചു, നമ്മൾ ഓരോ സെന്റൻസ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ മാർക്ക് ഇടുന്നതിന്റെ മുമ്പ് നമ്മുടെ പേപ്പർ ഒന്ന് മറിച്ച് നോക്കുമായിരിക്കും. കാരണം ഹ്യൂമൻ മെമ്മറി വളരെ ഷോർട്ട് സ്പാൻ എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് മാർക്ക് ഇടുമായിരിക്കും. അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വളരെ കീ ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ നല്ല ഇംപ്രഷൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് പോയി മാർക്ക് ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ടായിരിക്കും മാർക്ക് ഇടുന്നത്. കാരണം 12 പേജസ് ഉണ്ട്. നമ്മുടെ മറ്റതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മാർക്കിന്റെ എന്നൊക്കെ പറഞ്ഞാൽ 2 or 3 പേജസ് ഉള്ളൂ. 10 മാർക്കിന് 2 പേജ്, 15 മാർക്കിന് 3 പേജസ്. ഇത് ഇത്രയും പേജസ് നമ്മൾ എഴുതുക. ഇപ്പൊ ഒരു എക്സാമിനർ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ കൺവേ ചെയ്ത പ്രധാനപ്പെട്ട ഐഡിയാസ്, കീ ഐഡിയാസ് അണ്ടർലൈൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പെട്ടെന്ന് ഒരു എക്സാമിനറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെപ്പോഴും പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു എന്താ പറയുക, നമ്മളെ പ്രധാനപ്പെട്ട കീ വേർഡ്സ്, ഇതിൽ കീ ഐഡിയാസ് ആണ് എസ്സേയിൽ.
നമ്മൾ ജനറൽ സ്റ്റഡീസിലെ കീ വേർഡ്സ് ആണ് അണ്ടർലൈൻ ചെയ്യുന്നത്. ഇതിൽ കീ ഐഡിയാസ്. ഹാപ്പിനെസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഇമേർഷൻ ആൻഡ് പ്രസൻസ്. നമ്മളൊരു വർക്കിൽ ഇമേഴ്സ് ആകുമ്പോഴാണ് വി ആർ ഡിറൈവിംഗ് ഹാപ്പിനെസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെയും 2-3 പാരഗ്രാഫിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചത്. അപ്പൊ കീ സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാണ്. ബീങ് ഇമേഴ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ് വി ആർ ആക്ച്വലി ഡിറൈവിംഗ് ഹാപ്പിനെസ്. അപ്പൊ ആ ഒരു കീ സെന്റൻസ് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് 2-3 പാരഗ്രാഫ്സിൽ ഉണ്ടായിരുന്നതെന്ന് ഒരു എക്സാമിനൊന്ന് കിട്ടുന്ന രീതിയിൽ അണ്ടർലൈൻ ചെയ്യും. So when we approach life with this mindset, we open ourselves to a flow. എന്താണ്? We will engage in an activity that we lose track of time and our mind and body fully into that particular activity. അപ്പോൾ ഒരു നമ്മളായിരിക്കുന്ന ഒരു പാഷൻ ആയിട്ടുള്ള ഒരു ജോബ് നമ്മൾ ചെയ്യുമ്പോൾ, വർക്കിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഇമേഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വി ആർ ഡിറൈവിംഗ് ഹാപ്പിനെസ്. ഓക്കെ, ഇനി വേറൊരു ഇതിലേക്ക് പോകുന്ന ഹാപ്പിനെസ് ആസ് എ കണക്ഷൻസ്. അതായത് ഇൻഡിവിജ്വലായിട്ട് പല നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ്. ആ ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ ഹാപ്പിനെസ് ആസ് എ പാത്ത് ഓൾസോ ഇൻവോൾവ്സ് ഹൗ വി റിലേറ്റ് ടു അതേഴ്സ്. Studies in positive psychology suggest that strong social connections are among the most important predictors of long-term happiness. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം കണ്ടന്റ് നമ്മുടെ ഒരു എസ്സേയിൽ വരണം. അതായത് നമ്മുടെ മറ്റുള്ള സബ്ജക്ട് നമ്മൾ വായിച്ച് എക്സ്ട്രാ റീഡിങ് ഒക്കെ നമ്മുടെ എസ്സേയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാ ശരിക്കും. കാരണം നമ്മൾ ഐഡിയാസ് കൺവേ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പല കണ്ടന്റ് നമ്മുടെ ഒരു എസ്സേയിൽ വരുമ്പോഴാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ്, എങ്ങനെയാണ് ഒരു കണക്ഷൻ ഇൻഡിവിജ്വൽസിനായിട്ടുള്ള മറ്റുള്ള നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് നയിക്കുക എന്നുള്ളത്. ഇപ്പൊ 99 നമ്മൾ നോക്കുമ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് പനാമ കനാലിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുക. ലേബേഴ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ് വെർ ഹയർഡ് ടു വർക്ക് അണ്ടർ എക്സ്ട്രീം കണ്ടീഷൻ. Work was actually grueling, environment was unfamiliar, there was threat of diseases like malaria. അപ്പൊ ഒരു ഹാർഡ്ഷിപ്പ് ഉള്ള സിറ്റുവേഷൻസ് ആണ്. പക്ഷെ ആ ഒരു സമയത്ത് വർക്കേഴ്സ് ഫോംഡ് എ കൈൻഡ് ഓഫ് ക്ലോസ് ബോൺഡ്സ്. അവർ ഒരുമിച്ച് പാട്ട് പാടുന്നു, ഒരുമിച്ച് അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നു. അപ്പൊ അവർ ദേ ആർ ആക്ച്വലി യുണൈറ്റഡ്, ദേ ആർ ഫോമിങ് എ കൈൻഡ് ഓഫ് ക്ലോസ് ബോണ്ട്. അപ്പൊ ഇത്രയും ഒരു ഹാർഡ്ഷിപ്പിന്റെ ഇടയിലും അവരുടെ ഒരു കണക്ഷൻസിൽ അവരെന്ത് ഫൗണ്ട് ചെയ്യുന്നു? അവര് റെസീലിയൻസും ജോയും ഫൗണ്ട് ചെയ്യും. അപ്പൊ ഇതിലൂടെ നമ്മളൊരു എക്സാമ്പിളിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്ന ഹാപ്പിനെസ് വാസ് നോട്ട് അബൌട്ട് ദ ആബ്സെൻസ് ഓഫ് സ്ട്രഗിൾ ബട്ട് ദ പ്രസൻസ് ഓഫ് ഷെയർഡ് സ്ട്രെങ്ത് ആൻഡ് പർപ്പസ്. അപ്പൊ സ്ട്രഗിൾ ഇല്ല എന്നുള്ളതല്ല ഹാപ്പിനെസ്, പിന്നെ എന്താണ്? ഒരു ഷെയർഡ് സ്ട്രെങ്ത് ആൻഡ് പർപ്പസ്. മറ്റുള്ളവരായിട്ട് കണക്റ്റഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥതലങ്ങൾ നമ്മൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വി വിൽ ഫീൽ മോർ ഹാപ്പി. So we are quoting ഹെലൻ കെല്ലറിന്റെ ഒരു കോട്ട് ചെയ്യാണ്. ഐ വുഡ് റാദർ വാക്ക് വിത്ത് എ ഫ്രണ്ട് ഇൻ ഡാർക്ക് ദാൻ എലോൺ ഇൻ ലൈറ്റ്. അതായത് ഒറ്റയ്ക്ക് നടക്കുന്നതിലും കൂടുതൽ ആനന്ദപ്രദമാണ് വേറൊരാളോടൊപ്പം നടക്കുക എന്നുള്ളത്. സോ വെൻ ഹാപ്പിനെസ് ബിക്കം എ പാത്ത് റാദർ ദാൻ എ ഡെസ്റ്റിനേഷൻ, റിലേഷൻഷിപ്പ് ബിക്കം ഡീപ്പർ ആൻഡ് മോർ മീനിങ്ഫുൾ. അപ്പൊ ഹാപ്പിനെസ് ഇസ് എ പാത്ത്. Why happiness is a path? Because when we build relationship, meaningful, deeper relationship, we are actually in a path to happiness. അപ്പൊ നമ്മൾ ഹാപ്പിനെസ് പല മാനങ്ങളിലൂടെ പോവുകയാണ്. നല്ല ബന്ധങ്ങൾ ഹാപ്പിനെസ് ആണെന്നുള്ള ഒരു മാനങ്ങളിലേക്ക്, പ്രസന്റ് മൈൻഡ്ഫുൾ ആകുന്നതാണ് ഹാപ്പിനെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ലെവലാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ചോയ്സ് ആണ്. ഇപ്പൊ നമുക്കൊരു കണ്ടന്റിന്റെ ഒരു ഷോർട്ടേജ് ഇല്ലാതെ ഡിഫറെന്റ് ഡയമെൻഷൻസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് ഒരു എസ്സേ റൈറ്റിംഗിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. നെക്സ്റ്റ് ഈസ് റെസീലിയൻസ് ആൻഡ് ഹാപ്പിനെസ്. സോ അനദർ ക്രിട്ടിക്കൽ ആസ്പെക്ട് ഓഫ് ബീങ് ഹാപ്പിനെസ് ആസ് പാത്ത് ഇൻവോൾവ്സ് ലേണിംഗ് ടു എംബ്രേസ് ലൈഫ് ഇൻ വിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതിൽ റെസീലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ അതിൽ തിരിച്ചു വരാൻ സാധിക്കും. ഇപ്പൊ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു. റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ ആ ജനതയുടെ ഒരു തിരിച്ചുവരവാണ്. അപ്പൊ ആ ഒരു റെസീലിയൻസും ഇറ്റ്സ് ഓൾസോ എ കൈൻഡ് ഓഫ് പാത്ത് ടു ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ. അതായത് എന്താ, സാധാരണഗതിയിൽ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താ തോന്നുന്നത്? അതൊരു ബർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ റെസീലിയൻസ്, തിരിച്ചുവരവ്, തിരിച്ചൊരു നോർമൽ കൈൻഡ് ഓഫ് സ്റ്റേറ്റിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ് ഇറ്റ് സെൽഫ് ഇസ് ആക്ച്വലി ലീഡിങ് us ടു ഹാപ്പിനെസ് എന്നുള്ളത്. Then legacy of happiness. If happiness is the path, then legacy, believe, is not necessarily one of material success,
but of joy and kindness we bring to others. അതായത് ഗാന്ധിജി പറഞ്ഞൊരു കോട്ടുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഗാന്ധിജി പറഞ്ഞ എന്താണ്? ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് യുവർ സെൽഫ് ഈസ് ടു ലൂസ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നേടും, നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കും, നമ്മൾ കൂടുതൽ ഹാപ്പി ആകും. അതായത് സർവീസ് ലീഡ്സ് അസ് ടു ഹാപ്പിനെസ് എന്നൊക്കെയാണ് ഗാന്ധിജി പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള തിങ്കേഴ്സ് പറഞ്ഞ പല കോട്ട്സിനെ കുറിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. ദലൈലാമയുടെ ഒരു കോട്ടാണ്, ഇഫ് യു വാണ്ട് അതേഴ്സ് ടു ബി ഹാപ്പി പ്രാക്ടീസ് കമ്പാഷൻ, ഇഫ് യു വാണ്ട് ടു ഹാപ്പി പ്രാക്ടീസ് കമ്പാഷൻ. അപ്പൊ എല്ലാത്തിനുള്ള സൊല്യൂഷൻ എന്താണ്? മറ്റുള്ളവരെ ഹാപ്പി ആക്കാനും നിങ്ങൾ ഹാപ്പി ആകാനുള്ള സൊല്യൂഷൻ ഇസ് ടു പ്രാക്ടീസ് കമ്പാഷൻ. സോ എംപതി ആൻഡ് സെൽഫ്ലെസ്നെസ് ഇസ് ദ കീ ടു ഹാപ്പിനെസ്. അപ്പൊ ആ ഒരു ഡയമെൻഷനിലൂടെ നമ്മൾ പോവുകയാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ലൂസിങ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് അതർ. ഒരു സ്റ്റോറിയിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ തന്നെ ഓർക്കണം, നമ്മൾ ഒരു റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതി മറ്റുള്ളവർക്ക് ഒരു എന്താ പറയാ അവർ ഒരു മോണോട്ടണസ് ഫീലിംഗ് ഉണ്ടാക്കാതെ ഇത്രയും കൂടി അവരുടെ മൊമെന്റ് ലൈറ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ അവരെ കൂടുതൽ ഹാപ്പി ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് കൂടുതൽ കൊണ്ടുവരാൻ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഒരു സ്റ്റോറി ഓഫ് ക്ലാര, എ റിട്ടയർഡ് ടീച്ചർ who spent her days volunteering at children's hospital. അപ്പം ഒരു ഓൾഡ് ഏജിലായിരിക്കുന്ന ഒരു വുമന്റെ ഒരു കഥ നമ്മൾ എഴുതുക, വോളണ്ടറി ആണ്, ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ വോളണ്ടറി ആണ്. എനർജി ആൻഡ് ജോയ് ഇൻസ്പയർഡ് എവരി വൺ ഷീ മീറ്റ്. കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ജോയും മറ്റതും സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഒരു വോളണ്ടിയർ ചോദിക്കുകയാണ്, when asked why she continued to volunteer, she replied, I have no family left, but I have so much love to give. These children give me purpose, a happiness that nothing else could bring. ഇത് എഴുതുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര പാരഗ്രാഫ് സെന്റൻസ് എഴുതാലും ചിലപ്പോൾ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു കോട്ട് എഴുതുമ്പോൾ നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു മീനിങ്സ് ചിലപ്പോൾ നമ്മൾ എത്ര സെന്റൻസ് എഴുതാലും കൺവേ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ ഇടക്ക് കൊടുത്ത് എന്താ പറയാ നമ്മൾ എഴുതുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ റൈറ്റിംഗ് ഒന്ന് ഡൈനാമിക് ആക്കുക. അത് മാത്രമല്ല, നമ്മൾ കൺവേ ചെയ്യുന്ന പോയിന്റ്സ് ഇത്രയും കൂടി ക്ലിയർ ആക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഈ സ്റ്റോറിയൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ആശയം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോറിയിലൂടെ പറയാൻ ശ്രമിച്ചത് എന്താ? ഹെർ ലൈഫ് റിമൈൻഡ്സ് us that ultimately happiness is about giving of ourselves, leaving behind a legacy of compassion and love. ഇപ്പൊ ഈ ഒരു ചുമ്മാ എക്സാമ്പിൾ എഴുതി പോകുന്നല്ല അർത്ഥമില്ല. ആ എക്സാമ്പിൾ ഉപയോഗിച്ച് നമ്മുടെ ഐഡിയാസ് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. നമ്മൾ എന്താണോ ഇത്രയും പറയാൻ ശ്രമിച്ചത് അത് വളരെ കീ ആയിട്ട് ഉള്ള വേർഡ്സിൽ അല്ലെങ്കിൽ വളരെ സിമ്പിൾ വേർഡ്സിൽ നമ്മൾ അതൊന്ന് കൺവേ ചെയ്യുക. അപ്പൊ നമ്മൾ ആ നട്ട്ഷെല്ലിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് കൺക്ലൂഷനിൽ എഴുതുക. The path to happiness is not about reaching destination, but embracing life journey. It is about finding joy in present, connecting deeply with others, learning to endure happiness, learning to endure hardship, etc. So let us walk this path with open heart and find in each step the happiness that is already waiting for us. Okay. അപ്പൊ ഈ എസ്സേയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യണം. ഒന്നാമതായിട്ട് എന്താണ്, പല ഡൈമെൻഷൻസിലേക്ക് പോവുക എന്നുള്ളത്, നല്ല എക്സാമ്പിൾസ് കോട്ട് ചെയ്യുക, നല്ല കോട്ട്സ് കൊണ്ടുവരിക, സ്ട്രോങ് ആർഗ്യുമെന്റ്സ് കൊണ്ടുവരിക. ക്വാളിറ്റി ഓഫ് ഐഡിയാസ് ആക്ച്വലി മാറ്റേഴ്സ്. Try to make your writing more creative, add more stories, informal writing, dialogues, etc. കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലും എഴുതി പോകാതെ യഥാർത്ഥത്തിൽ ആ ടോപ്പിക്കിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എഴുതുക. കീ ആയിട്ടുള്ള വേർഡ്സ്, സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈ ടു റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്, എക്സ്പ്രസ് യുവർ ഇമോഷൻസ്, ട്രൈ ടു യൂസ് ഷാർപ്പ് ആൻഡ് പ്രിസൈസ് വേർഡ്സ് എക്സെട്ര. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും തോട്ട്സ്, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു എസ്സേയിലൂടെ പറയാൻ ശ്രമിച്ചത് പലപ്പോഴും നമ്മൾ ജസ്റ്റ് വാക്കാൽ ചിലപ്പോൾ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒരു എസ്സേ കാണിച്ചുകൊണ്ട് പറഞ്ഞത്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ ഈ കഥ പറയുന്ന എത്ര സെന്റൻസിൽ ഒതുക്കണം? ഓക്കെ, നമ്മളെപ്പോഴും ഓർക്കുന്ന നമുക്ക് ഫ്രീഡം ഉണ്ട് സ്റ്റോറീസ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക,
ആ കഥ പറഞ്ഞ് നമ്മൾ 2-3 പേജ് എഴുതുന്നതിൽ അർത്ഥമില്ല. നമ്മൾ സ്റ്റോറി എന്തിനു വേണ്ടിയിട്ടാ? മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഐഡിയാസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറീസ് യൂസ് ചെയ്യുക. അല്ലാതെ സ്റ്റോറീസ് വേറെ ഒന്നുമല്ല. സ്റ്റോറീസ് 2-3 പേജസ് എഴുതി പോകുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ പ്രിസൈസ് ആയിട്ട് എഴുതുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല ഐഡിയാസ് കൊണ്ടുവരാൻ. അപ്പൊ അതിനെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതേ ലെവലിൽ തന്നെ ഒരു റീഡർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറീസ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതൊന്ന് ക്രിയേറ്റീവ് ആക്കുക എന്നുള്ള ഉദ്ദേശവും സ്റ്റോറിക്കുണ്ട്. എപ്പോഴും സ്റ്റോറി എഴുതണമെന്ന് നിർബന്ധം പിടിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. പല മീൻസ് ഉണ്ട് ഒരു എസ്സേ എഴുതാൻ. എപ്പോഴും സ്റ്റോറി എഴുതിയാലും നല്ല എസ്സേ ആകും അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് സത്യം പറഞ്ഞ റിയാലിറ്റിയിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് 1.5 hour എഴുതുമ്പോൾ ഒരു സ്റ്റോറിയും കിട്ടത്തില്ല കേട്ടോ. അപ്പൊ സ്റ്റോറി എഴുതിയാൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം നമ്മൾ ക്രിയേറ്റീവ് ആകാൻ ശ്രമിക്കുക. അല്ല സ്റ്റോറി എഴുതിയില്ലെങ്കിൽ എസ്സാ പൂർണ്ണം അങ്ങനെയൊന്നും അല്ല. സ്റ്റോറി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും ക്രിയേറ്റീവായിട്ട് നമുക്ക് എഴുതാം എന്നുള്ളതാണ് കാണിച്ചത്. ഏറ്റവും ഇമ്പോർട്ടന്റ് നല്ല ഐഡിയാസ് കൊണ്ടുവരിക. നമ്മൾ എത്രമാത്രം ഡീപ്പറായിട്ട് ആ ഒരു എസ്സേയിലേക്ക് ഇറങ്ങാൻ ചെല്ലാൻ പറ്റുമോ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് നല്ല കോട്ട്സ് ആഡ് ചെയ്യുക, അതൊക്കെ ഇമ്പോർട്ടന്റ്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ തന്നെ എസ്സേ എടുത്ത് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത്തിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരു എസ്സേ വായിക്കുമ്പോൾ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഒരു എക്സാമിനറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് കുറെ എസ്സേസ് ഒക്കെ വായിച്ച് നോക്കുമായിരിക്കും. അപ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിൽ ഒരു ആവറേജ് മാർക്കേ കിട്ടുള്ളൂ. ആവറേജിന്റെ എബോ ആവറേജ് മാർക്കിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യണം. നമ്മളൊന്ന് ആലോചിച്ച് നമ്മളൊരു റൈറ്റപ്പ് വായിക്കുമ്പോൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കത് ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നത്. സോ ഇഫ് യു വാണ്ട് ടു എന്തായിരുന്നു if you are trying to actually get maximum mark in essay means there should be something interesting in your paper, interesting thoughts, there should be a kind of good quality of thoughts etc. അപ്പൊ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴും ഹയസ്റ്റ് മാർക്ക് എല്ലാ സബ്ജക്റ്റിലും കിട്ടാൻ, പ്രത്യേകിച്ച് എസ്സേയിലും നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രയോറിറ്റി എങ്കിൽ എന്താണ് നമ്മൾ എപ്പോഴും ഓർക്കുക കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് എഴുതാനുള്ള പരിശ്രമം. അപ്പൊ അത് നമ്മുടെ ഭാഗത്തൊരു എഫേർട്ട് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ എഴുതി ആദ്യം എഴുതുന്ന സമയത്ത് എപ്പോഴും ഫീഡ്ബാക്ക് വാങ്ങുക ഇമ്പോർട്ടന്റ് ആകട്ടെ. എപ്പോഴും നമ്മളൊരു ആൻസർ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വേറൊരാൾ ഫീഡ്ബാക്ക് വരുമ്പോഴേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ടാകും. അപ്പൊ മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് വേറൊരാള് വായിക്കുമ്പോഴായിരിക്കും അയാൾക്ക് മനസ്സിലാകും നമ്മൾ ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോയി എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഫീഡ്ബാക്ക് വാങ്ങുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എന്ത് ചെയ്യുക? സെൽഫ് കറക്ഷന് വിധേയമാകുക. എപ്പോഴും എന്ത് ചെയ്യുക? സ്റ്റേ ഗ്രൗണ്ടഡ് ആയിരിക്കുക. കൂടുതൽ ബെറ്ററായി എഴുതിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സ്റ്റോറി എഴുതുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ഐഡിയാസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ല സ്റ്റോറി എഴുതാൻ വേണ്ടി നമ്മൾ എഴുതുന്നതല്ല. ഓക്കെ സാറേ, എസ്സേ ഒക്കെ എവിടുന്ന് എടുത്ത് വായിക്കണ്ട? എസ്സേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ജനറൽ റീഡിങ്ങിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടണം. അതായത് നമ്മുടെ ന്യൂസ് പേപ്പർ റെഗുലർ ആയിട്ട് വായിക്കുക, മറ്റുള്ള സബ്ജക്റ്റ് വായിക്കുക. പിന്നെ നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ കുറച്ച് ഇപ്പൊ ഫിലോസഫിക്കൽ എസ്സേസ് ആണ് വരുന്നത് UPSC-യിൽ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ യൂട്യൂബില് കുറച്ച് വീഡിയോസ് ഒക്കെ ഫ്രീ ടൈമിലൊക്കെ കാണുക. അത് ഞാൻ പറഞ്ഞ APJ അബ്ദുൽ കലാമിന്റെ, സുധാമൂർത്തിയുടെ, അവരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ UPSC എസ്സേ ചോദിക്കുന്ന ഈ സെൽഫ് ഡിസ്കവറി, ഹാപ്പിനെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പല ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ടന്റ് ബിൽട്ട് ആവും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പോലും അറിയില്ല. അതുകൊണ്ടാണ് റെഗുലർ ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ പോലും അറിയാതെ റെഗുലർലി നമുക്ക് എസ്സേക്ക് വേണ്ട കണ്ടന്റ് ബിൽട്ട് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ടോപ്പിക് തരും. നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെന്റേഴ്സിനെ കാണിച്ച് ഫീഡ്ബാക്ക് വാങ്ങിക്കുക. ഫീഡ്ബാക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വേറൊരാൾ വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മൾ ശരിക്കും അത് വളരെ ഡീപ്പറായിട്ടാണ് പോയത്, അത് ടോപ്പിക്ക് ഡീവിയേറ്റ് ചെയ്ത് പോയോ എന്നുള്ളത്. എസ്സേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം 2 എസ്സേക്ക് 125 മാർക്കാണ് ഒരു എസ്സേക്ക്. വേറൊരു 10 മാർക്കറിന്റെ 50 മാർക്കറിന്റെ നമുക്ക് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയാലും നമ്മൾ അത്രയും ബാധിക്കില്ല. പക്ഷെ എസ്സേ ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ക്രൂഷ്യൽ. അതുകൊണ്ട് ഇത്രയും കൂടി ശ്രദ്ധയോടെ എഴുതേണ്ടതാണ്. പക്ഷെ നമുക്ക് എങ്ങനെ എഫേർട്ട് ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക, കൂടുതൽ നല്ല തോട്ട്സ് ഉണ്ടാക്കുക, ഐഡിയാസ് ഉണ്ടാക്കുക, നല്ല എക്സാമ്പിൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
ചിലപ്പോൾ ഈ വേർഡ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരില്ലേ ചില സാഹചര്യങ്ങൾ? അപ്പം അത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആനന്ദ് പറഞ്ഞത് ക്ലിയർ ആയില്ല കേട്ടോ. വേറെ ആർക്കെങ്കിലും ക്ലിയർ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാമോ, അല്ലെങ്കിൽ ആനന്ദ് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഐഡിയാസ് റിപ്പീറ്റ് ചെയ്യാവോ? ഇല്ല, ഐഡിയാസ് റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മളെപ്പോഴും ഐഡിയാസ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാം, പക്ഷെ നമ്മുടെ ഒരു മാനുഷികമായൊരു പ്രവണതയാണ് നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ, പ്രത്യേകിച്ച് എസ്സേ, നമ്മൾ ഈ 1200 വേർഡ്സ് എഴുതുമല്ലേ. അപ്പോൾ ഒരു ഹ്യൂമൻ എലമെന്റ് അതിൻ്റെ അകത്ത് ഉണ്ട് പലപ്പോഴും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് റെപ്പിറ്റീഷൻ നമ്മൾ എഴുതുമ്പോൾ റിയാലിറ്റിയാണ്, പക്ഷെ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക, പല ഐഡിയാസിലേക്ക് പോവുക, പല ഡയമെൻഷൻസിൽ ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കീ ആണ്. പക്ഷെ നമ്മുടെ ഒരു ഹ്യൂമൻ എലമെന്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. റെപ്പിറ്റീഷൻ വരാനുള്ള ഒരു എലമെന്റ് അവിടെ ഉണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. അപ്പൊ മാക്സിമം റെപ്പിറ്റീഷൻ കുറയ്ക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. രണ്ടാമത്തത് 2-3 പാരഗ്രാഫ് എഴുതിയതിനു ശേഷം നിശ്ചയമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിരിക്കണം. കാരണം ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നിശ്ചയമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ഒന്ന് റിവൈൻഡ് ചെയ്യുക, എഴുതി പോവുക എന്നുള്ളത്. പാരഗ്രാഫ് ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടതാണ്, അല്ലാതെ നമ്മൾ പാരഗ്രാഫ് ആയിട്ടാണ് ആൻസർ എഴുതേണ്ടത്. നമ്മൾ ജനറൽ സ്റ്റഡീസ് പേജിലെ ബുള്ളറ്റ് പോയിന്റ് അല്ല, നമ്മൾ ഐഡിയാസ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ പാരഗ്രാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒരു പേജ് കംപ്ലീറ്റ് ഒരു പാരഗ്രാഫ് അങ്ങനെയല്ല, ഒരു പേജിൽ 2-3 പാരഗ്രാഫ് എങ്കിൽ വരുന്ന രീതിയിലെങ്കിൽ എഴുതുക. അപ്പൊ നമ്മുടെ പ്രസന്റേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത്, അതുകൊണ്ടാണ് ചിലപ്പോൾ ഡയലോഗ്സ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാൽ എഴുതാൻ നമുക്ക് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞത് ഫുൾ ഒരു പാരഗ്രാഫ് ആയിട്ട് അങ്ങനെ ഒന്നും എഴുതി പോകാതെ പാരഗ്രാഫ് സ്പ്ലിറ്റ് ചെയ്യുക. ഒരു പേജിൽ 2-3 പാരഗ്രാഫ്സ് ഒക്കെ ഉള്ള രീതിയിൽ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് ഇനി അടുത്തൊരു എസ്സേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞത് ഫിലോസഫിക്കൽ എസ്സേയിൽ തന്നെ ഡിഗ്രി ഓഫ് ടഫ്നെസ്സിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും കൂടി സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഹാപ്പിനെസ് ഇസ് എ പാത്ത് എന്നുള്ള കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ. കമ്പാരിറ്റീവ്ലി അതൊരു കൈൻഡ് ഓഫ് ഫിലോസഫിക്കൽ ആണെങ്കിൽ പോലും ഡിഗ്രി ഓഫ് ടഫ്നെസ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും കൂടി കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദർ ഇസ് നോ പാത്ത് ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഇസ് ദ പാത്ത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, അതും UPSC SCയിൽ തന്നെ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കമ്പാരിറ്റീവ്ലി ഫിലോസഫിക്കൽ ഇത്രയും കൂടി ആലോചിക്കണം, അല്ലെങ്കിൽ ഫിലോസഫിക്കലിലെ ഡിഗ്രി ഓഫ് ടഫ്നെസ് നോക്കുമ്പോൾ ഇത്രയും കൂടി ഡിഗ്രി ഓഫ് ടഫ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യുവർ പെർസെപ്ഷൻ ഓഫ് മീ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യു, മൈ റിയാക്ഷൻ ടു യു ഈസ് ആൻ അവയർനെസ് ഓഫ് മീ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ വിൽ ഷെയർ ദ സ്ലൈഡ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. യുവർ പെർസെപ്ഷൻ ഓഫ് മീ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യു, my reaction to you is an awareness of me. അതായത് യുവർ പെർസെപ്ഷൻ ഓഫ് മീ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് യു, നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ, ചിന്തകൾ, കാഴ്ചപ്പാട് നിങ്ങളുടെ തന്നെ റിഫ്ലക്ഷൻ ആണ്. മൈ റിയാക്ഷൻ ടു യു ഈസ് ആൻ അവയർനെസ് ഓഫ് മീ, ഞാനത് നിങ്ങളോട് തിരിച്ചെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഞാൻ എന്നെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട്. അപ്പൊ ഒരു സെൽഫ് അവയർനെസ് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. എന്തുമാത്രം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി ആ രീതിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ലോകം ചെറുതാണെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പീപ്പിൾ വിൽ ബി വെരി പുവർ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ സെൽഫ് അവയർനെസ്, നമ്മുടെ ഒരു പെർസെപ്ഷനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ പാത്ത് ടു ഹാപ്പിനെസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഇത്രയും കൂടി സിമ്പിൾ ആണ്. അതാണ് ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ഫിലോസഫിക്കൽ ആണെങ്കിൽ, ഫിലോസഫിക്കൽ ഇൻക്ലിനേഷൻ ഇല്ലാത്തൊരു കാൻഡിഡേറ്റിന് എടുക്കാൻ പറ്റുന്ന അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫിലോസഫിക്കൽ ഇൻക്ലിനേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർ ചിലപ്പോൾ മറ്റുള്ള എല്ലാ എസ്സേ എഴുതുന്നതിലും വളരെ എക്സലന്റ് ആയിട്ട് എഴുതുന്ന ഫിലോസഫിക്കൽ കൈൻഡ് ഓഫ് എസ്സേസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം, അതില് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം. കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി ഫലപ്രദമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ തീം എന്താണ്? ഒരു സെൽഫ് അവയർനെസ് ആണ്, എംപതി ആണ്, ഗ്രോത്ത് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ സെൽഫ് അവയർനെസ്, ഗ്രോത്ത് പല കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് UPSCയിലെ SCയിൽ ചോദിക്കുമ്പോൾ ഡോമിനന്റ് ആയിട്ടുള്ള തീമാണ് സെൽഫ് അവയർനെസ്, സെൽഫ് ഗ്രോത്ത് ഒക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്ന എന്താണ് യഥാർത്ഥത്തിൽ? നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ആ ഒരു ചിലർ ഇൻട്രൊഡക്ഷൻ തന്നെ സ്റ്റോറി ആയിട്ട് എഴുതുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനും ക്രിയേറ്റീവ് ആയിട്ട് എഴുതുന്നവരുണ്ട്.
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് റിവീൽ ചെയ്യാണ്. ഹൗ വി റെസ്പോണ്ട് ടു അതേഴ്സ് റിവീൽ അവർ ഡീപ്പസ്റ്റ് ട്രൂത്ത്, ഇൻസെക്യൂരിറ്റീസ്, അവർ വെർച്യൂസ്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് എന്താണ് റിവീൽ ചെയ്യുന്നത്? നമ്മുടെ ഒരു ഡീപ്പസ്റ്റ് ട്രൂത്ത്, നമ്മുടെ ഇൻസെക്യൂരിറ്റീസ്, വിർച്യൂസ് ഒക്കെ തന്നെയാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഒരു പല കാര്യങ്ങളിലൂടെ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾ മഹാഭാരതയിൽ ഒരു കൈൻഡ് ഓഫ് ഇൻസിഡന്റ് നമ്മൾ അതിന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നു. അതായത് ദ്രോണ ടെസ്റ്റ് ഹിസ് സ്റ്റുഡൻസ്. ഹി ആസ്ക് ഈച്ച് ഓഫ് ദം ടു ഡിസ്ക്രൈബ് വാട്ട് ദേ സീ വൈൽ എയിമിംഗ് ദിയർ ആരോസ് അറ്റ് ബേർഡ്സ് ഐ ഓൺ എ ട്രീ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്തു? ഡിസ്ക്രൈബ് ചെയ്തു. അവര് ബേർഡ്സിനെ കാണുന്നു, അല്ലെ അവർ ബ്രാഞ്ചസ്, ദേ ആർ ആക്ച്വലി സീയിങ് ദ ട്രീ ഇറ്റ് സെൽഫ്. അർജുനാസ് റിപ്ലൈ, ഐ സീ ഓൺലി ദ ഐ ഓഫ് ദ ബേർഡ്. അപ്പൊ എല്ലാവരും എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്, ഓരോരുത്തരുടെ പെർസെപ്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡിവിജ്വൽസിന്റെ പെർസെപ്ഷൻസ്, അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ? മറ്റുള്ളവരൊക്കെ ഫോക്കസ് വേറെ ആയിരുന്നപ്പോ അർജുന ആക്ച്വലി ഫോക്കസ് റിവീൽസ് ഹിസ് ഡെഡിക്കേഷൻ, പ്രിസിഷൻ, ക്ലാരിറ്റി ഓഫ് ദ പർപ്പസ്. So your own self-realization is the greatest service you can render to the world. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തന്നെ ഒരു ഉയർന്ന തലങ്ങളിൽ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത്, സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ഡിസ്കവറി ഇൻ എ വെരി ഹയർ ലെവൽ. That is the greatest service we can give to the world എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ എന്താണ് അർജുനയുടെ സ്റ്റോറി കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. വാട്ട് വി സീ ഇൻ സമ്മൺ എൽസ് ഓഫൻ റിഫ്ലെക്ട്സ് അവർ ഓൺ ഇന്നർ ലാൻഡ്സ്കേപ്പ്. ദ ക്വസ്റ്റ്യൻ ബിക്കംസ് ദെൻ, വാട്ട് ഡസ് മൈ പെർസെപ്ഷൻ ഓഫ് അതേഴ്സ് റിവീൽ അബൌട്ട് മീ? ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ തന്നത്? ചില എന്താണ് കോട്ട്സ് പോലെയാണ് ചില കാര്യങ്ങൾ, അല്ലെ, കോൺവെർസേഷൻ പോലെയാണ് ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് കടക്കുന്നത്. നമ്മളൊരു ഡീപ്പർ വെർഷനിലേക്ക് പോകാൻ ശ്രമിക്കും. നമ്മളൊരു കൈൻഡ് ഓഫ് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതൊരു അർജുനയുടെ ആ ഒരു റിപ്ലൈ ആയിട്ട് നമ്മൾ അതിൽ കണക്ട് ചെയ്യും. ഇനി നമുക്ക് പലരുടെയും പവർ ഓഫ് സെൽഫ് അവയർനെസ്സിനെ കുറിച്ചിട്ടുള്ള പല പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെയും അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കൂട്ടി ചെയ്യും. ഇവിടെ ഡോമിനന്റ് ആയിട്ട് തീം എന്താണ്? നമ്മുടെ സെൽഫ് അവയർനെസ്, നമ്മുടെ പെർസെപ്ഷൻ, ലോകത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട്, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഇതാണ് ഡോമിനന്റ് തീം. അപ്പൊ ഓരോ ലീഡേഴ്സും തിങ്കേഴ്സും ഒക്കെ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു എസ്സേയുടെ ഡയറക്ഷൻ കൊണ്ടുവരാം. അപ്പൊ ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാണ്, എല്ലാവർക്കും അവരുടെ യുണീക്ക് വേ ഓഫ് റൈറ്റിംഗ് ഉണ്ട്. ഈ ഫോം തന്നെ ഫോളോ ചെയ്യാനല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു എസ്സേ കാണിക്കുന്നതേ ഉള്ളൂ. എന്താണ്? കൂടുതൽ ക്രിയേറ്റീവായിട്ട് എഴുതുക, കോഴ്സ് കൊണ്ടുവരിക, സ്റ്റോറീസ് കൊണ്ടുവരിക എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ. എല്ലാവർക്കും അവരുടേതായ യുണീക്ക് വേ ഓഫ് റൈറ്റിംഗ് ഉണ്ട്, യുണീക്ക് വേ ഓഫ് മേക്കിംഗ് ദാറ്റ് എസ്സേ ക്രിയേറ്റീവ്. ഓക്കെ, അപ്പം മഹാത്മാഗാന്ധിയുടെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ, ഹി ലിവ്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് അവയർനെസ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ട് നമുക്ക് എല്ലാവർക്കും ആൻസറിൽ കൊണ്ടുവരാൻ പറ്റുന്ന, ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആദ്യമേ നമ്മൾ മാറുക, നമ്മുടെ കാഴ്ചപ്പാട് മാറുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ സോൾട്ട് മാർച്ച് നമ്മൾ നോക്കുമ്പോൾ, when he led 1,000 in protest against the British salt tax, he did so not only of anger and vengeance but of commitment to justice and self discipline. അപ്പൊ മോഡേൺ ഹിസ്റ്ററിയിൽ നിങ്ങൾ ഗാന്ധിജിയുടെ മാസ് നാഷണലിസത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു സത്യാഗ്രഹി എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഗാന്ധിജി പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം സത്യാഗ്രഹി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാം. കാരണം അതിൻ്റെ അകത്ത് സത്യാഗ്രഹീസ് ഹേറ്റ്രഡ് ടു ദ ഈവിൾ ടേക്ക് ഹിം ടു എന്താണ്, ദാറ്റ് ഈസ് എ ഫോഴ്സ് ബിഹൈൻഡ് ഹിസ് സഫറിങ്. അതായത് എന്താണ്, അയാൾ സഫറിങ് സ്വമേധയെ ഏറ്റെടുക്കുകയാണ് because of his hatred to the evil. He is not having any hatred to the people around, but his hatred is towards the evil force. And he's not bringing any kind of suffering to others, but he is taking suffering to himself because of his love for truth. ട്രൂത്തിനോടുള്ള, സത്യത്തിനോടുള്ള അഗാധമായ സ്നേഹത്തെ കുറിച്ച് ഒരു സത്യാഗ്രഹി സ്വയമേ സഫറിങ് ഏറ്റുവാകുന്നു. മറ്റുള്ളവരിലേക്ക് സഫറിങ് കൊടുക്കുന്നവനല്ല സത്യാഗ്രഹി. അതിലൂടെ പറയാൻ ശ്രമിക്കുന്ന എന്താണ്? ഒരു കൈൻഡ് ഓഫ് സെൽഫ് അവയർനെസ്. അപ്പൊ നമ്മൾ
മോഡേൺ ഹിസ്റ്ററിയിൽ പറഞ്ഞ സത്യാഗ്രഹം എങ്ങനെയായിരിക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ നമുക്ക് ഈ ആൻസറിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കീ ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. ഗാന്ധിസ് ലൈഫ് ടീച്ചേഴ്സ് ദാറ്റ് എവറി ആക്ഷൻ ടു ദ എക്സ്റ്റേണൽ ഇവന്റ് ഓർ പീപ്പിൾ ക്യാൻ റിവീൽ സംതിങ് അബൌട്ട് അവർ വാല്യൂസ്, റെസിലിയൻസ് ആൻഡ് ഇൻസെക്യൂരിറ്റി. നമ്മൾ ഒരു സാഹചര്യത്തോട് എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള യഥാർത്ഥത്തിൽ എന്താണ് റിവീൽ ചെയ്യേണ്ടത്? നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് റിവീൽ ചെയ്യുന്നത്, നമ്മുടെ റെസിലിയൻസ് ആണ് റിവീൽ ചെയ്യുന്നത്, നമ്മുടെ വാല്യൂസ് ആണ് റിവീൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളൊരു കൈൻഡ് ഓഫ് ടെയിൽ ഓഫ് ബുദ്ധ ആൻഡ് ആംഗ്രി മെൻ, എങ്ങനെയാണ് സെൽഫ് അവയർനെസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു അടുത്തൊരു ഇതിലൂടെ കൺവേ ചെയ്യാൻ പരിശ്രമിക്കാം. So it said that one day an angry man approached Buddha and began shouting insults at him. അയാളോട് ഷൗട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഉദ്ദേശിക്കുന്ന അർത്ഥം ശരിക്കും മറ്റുള്ളവരെ നമ്മളോട് വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക, വളരെ ടെമ്പറൻസ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ആത്മനിയന്ത്രണത്തോടെ അതിനെ നേരിടുക. കാരണം നമ്മളെ തന്നെ വളർന്ന് ഉയർന്ന തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം എങ്ങനെ നമുക്ക് മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ സാധിക്കൂ. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് എന്തിനെ ആശ്രയിച്ചാണ്, ഞാൻ എന്നെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ആശ്രയിച്ചിട്ട്. അപ്പൊ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൊണ്ടുവരികയാണ്. അപ്പൊ ആംഗ്രി മാൻ അപ്രോച്ച് ബുദ്ധ ആൻഡ് ബിഗൻ ഷൗട്ടിംഗ് ഇൻസൾട്ട് അറ്റ് ഹിം. സോ ബുദ്ധ ലിസൺ ക്വയറ്റ്ലി വിതൗട്ട് റിയാക്ടിങ് until the man became confused, asked Buddha why he is actually not responding. Buddha replied, if someone offers you a gift, you do not accept it, to whom does the gift belongs to? അപ്പൊ അതിലൂടെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വിസ്ഡം ഈസ് നോട്ട് അബ്സോർബിങ് നെഗറ്റിവിറ്റി, സ്റ്റേയിങ് ഗ്രൗണ്ടഡ് ഇൻ വൺസ് ഓൺ അവയർനെസ്. ഒരാൾ എന്താണെന്ന് അവനവൻ തന്നെ തിരിച്ചറിയുക, അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉയർന്ന ചിന്തകൾ എന്താണെന്നും ഉയർന്ന ബോധ്യങ്ങൾ എന്താണെന്നും അവൻ തന്നെ തിരിച്ചറിയുക. അപ്പൊ വിസ്ഡം ഈസ് നോട്ട് അബ്സോർവിംഗ് നെഗറ്റിവിറ്റി ബട്ട് സ്റ്റേയിങ് ഗ്രൗണ്ട് ഇൻ വൺസ് ഓൺ അവയർനെസ്. As we develop this awareness, our reaction become less about defending or attacking and more about understanding who are in the face of challenges. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എന്താണ് അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് വി ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഹൂ വി ആർ. ഓക്കെ, നമ്മൾ ഒരു പോയറ്റ് കബീറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കോട്ട് ചെയ്യാണ്. ഹി ഹൂ ഈസ് ഇൻ ലവ് വിത്ത് ഹിംസെൽഫ് does not react to the insult of others, for he knows himself deeply. അപ്പൊ നമ്മൾ എന്തിനാണ് മറ്റുള്ള തിങ്കേഴ്സ് ആൻഡ് റൈറ്റേഴ്സിന്റെ കോട്ടൊക്കെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് കൂടുതൽ ഡീപ്പറായിട്ട് പോവുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്താണ് 2-3 പാരഗ്രാഫ് നമ്മൾ പറയാൻ ശ്രമിച്ചു എന്നുള്ളത് എവിഡന്റ് ആണ്. Person who is in love with himself does not react to the insult of others because he knows himself deeply. അവനെ തന്നെ നന്നായി അറിയുന്നു. അതുകൊണ്ട് എന്താണ് അവൻ മറ്റുള്ളവരുടെ ഇൻസൾട്ടിനോട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ അത് സെൽഫ് അവയർനെസിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവനവനെ തന്നെ അറിയുക, അവനവന്റെ ഉന്നതമായ ബോധ്യങ്ങളെ അറിയുക, അല്ലെങ്കിൽ അവനവന്റെ വിളിയെ അറിയുക, കോളിംഗ് ഇൻ ഹിസ് ലൈഫ് എന്നുള്ള രീതി, അല്ല അവനവന്റെ പർപ്പസിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. അപ്പൊ അതൊരു സെൽഫ് അവയർനെസ്, സെൽഫ് ഡിസ്കവറിയുടെ ഉദ്ദേശം എന്താണ്? ഒരു ഉയർന്ന തലങ്ങളിൽ ഒരു വ്യക്തിയെ ആ വ്യക്തി തന്നെ മനസ്സിലാക്കുകയാണ്. വാട്ട് ഈസ് ഹിസ് കോളിംഗ് ഇൻ ലൈഫ്, വാട്ട് ഈസ് ഹിസ് ഗ്രേറ്റർ പർപ്പസ് ഫോർ വിച്ച് ഹി ഈസ് ആക്ച്വലി വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ഹിസ് ഓർ ഹെർ ലൈഫ് എന്നുള്ള രീതിയിൽ. ദെൻ രവീന്ദ്രനാഥ് ടാഗോറിനെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, അദ്ദേഹത്തിന്റെ കുറച്ച് തോട്ട്സ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, the highest education is that which does not merely gives us information but makes our life in harmony with all the existence. നമ്മുടെ ഒരു ഉയർന്ന എഡ്യൂക്കേഷൻ നമ്മളെ ശരിക്കും എന്താണ് ഒരു ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ആ നിലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു live in harmony with all the existence. Tagore believed that perceiving the world with empathy, open-mindedness allows us to see the beauty in diversity. So we should open our heart to see the diversity, beauty in diversity.
സോ വി നീഡ്സ് ടു ബി മോർ ഓപ്പൺ മൈൻഡഡ് എന്നുള്ള രീതിയിൽ. കാരണം മറ്റുള്ളവരെ വിധിക്കാൻ കാരണം എന്താണ്? നമ്മുടെ ബയാസും ഉണ്ടാവും. നമ്മൾ ഇത്തിരിയും കൂടി എംപത്തറ്റിക് ആയിട്ട് നോക്കിക്കാണുക. വൈ പീപ്പിൾ ആർ റിയാക്ടിങ് ഇൻ സച്ച് ആൻഡ് സച്ച് വേ. ഡീപേഴ്സണലൈസ് ourselves ഫ്രം ദ ഹേറ്റ്രഡ് ആൻഡ് അബ്യൂസ് ഓഫ് ദി അതേഴ്സ്. മറ്റുള്ളവർ നമ്മുടെ മേൽ അബ്യൂസ് ചെയ്യുമ്പോൾ, ഹേറ്റ്രഡ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ ഡീപേഴ്സണലൈസ് ചെയ്യുക. നമുക്ക് ഒരിക്കലും അത് ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല, ഇന്റേണലൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. അത് ചെയ്യണമെങ്കിൽ എന്താണ്? വി ഷുഡ് ഹാവ് എ ഹയർ സെൽഫ് അവയർനെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇത്രയും കൂടി ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും കൂടി ഡിഗ്രി ഓഫ് ടഫ്നെസ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്താണ്, എല്ലാം ഫിലോസഫിക്കൽ ആണെങ്കിൽ പോലും ഡിഗ്രി ഓഫ് ടഫ്നെസ്സിൽ ക്വസ്റ്റ്യനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിൽ തന്നെ ഒരു ഫിലോസഫിക്കൽ ഇൻക്ലിനേഷൻ ഉള്ളവര് ടഫ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലോസഫിക്കൽ ഇൻക്ലിനേഷൻ ഇല്ലാത്തൊരു കാൻഡിഡേറ്റ് ഒരു ഫിലോസഫിക്കൽ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും 1200 വേർഡ്സ് എഴുതാനുള്ള കണ്ടന്റ് ഉണ്ടാകാതെ. ഓക്കെ, പിന്നെ നമ്മൾ രതൻ ടാറ്റയുടെ പല എക്സാമ്പിൾസിലൂടെയും അവർ പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റ്സിലൂടെയും നമ്മൾ നമ്മുടെ ആ ഒരു സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുക. ഇപ്പൊ എങ്ങനെ ഓരോരുത്തർ ക്രിറ്റിസിസത്തിനെ എടുക്കുന്നു. ഇപ്പൊ രതൻ ടാറ്റ, അദ്ദേഹം നാനോ കാർ പ്രൊജക്ടിന് ഒത്തിരിയധികം ക്രിറ്റിസിസം വന്നായിരുന്നു. So he addressed it with accountability and a commitment to improve rather than reacting defensively. ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചില്ല, പക്ഷെ എന്താണ്, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളൊരു പരിശ്രമമാണ്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ്, അതെന്താ റിവീൽ ചെയ്യുന്നത്, ഒരാളുടെ സെൽഫ് അവയർനെസ്സും അയാള് അപ്ഹോൾഡ് ചെയ്യുന്ന വാല്യൂസും, rather than being defending criticisms. We need to actually have a commitment to improve എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത്, ആ സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു. ഹിസ് എബിലിറ്റി ടു ടേൺ ക്രിറ്റിസിസം ഇൻടു ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് എംപതി ഈസ് എ ടെസ്റ്റമെന്റ് ടു ദ ഐഡിയ ദാറ്റ് വൺ റിയാക്ഷൻ ക്യാൻ ബി എ പ്രൊഫൗണ്ട് എക്സ്പ്രഷൻ ഓഫ് സെൽഫ് അവയർനെസ്. അപ്പൊ ക്രിറ്റിസിസത്തോട് ഒരാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അയാളെ മനസ്സിലാക്കി എന്നുള്ളൊരു എക്സ്പ്രഷൻ കൂടിയാണ്. ഇറ്റ്സ് എ പ്രൊഫൗണ്ട് എക്സ്പ്രഷൻ ഓഫ് സെൽഫ് അവയർനെസ്. ഹൗ ഇൻഡിവിജ്വൽസ് റെസ്പോണ്ട് ടു ഓൾ കൈൻഡ് ഓഫ് ക്രിറ്റിസിസംസ്. നെക്സ്റ്റ് നമ്മൾ അംബേദ്കറിന്റെ ഒരു ലൈഫിലേക്ക് തിരിഞ്ഞിട്ട് സെൽഫ് അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അൺടച്ചബിലിറ്റി അതിന്റെ തീവ്രതയിൽ അനുഭവിച്ച ഒരു ഇൻഡിവിജ്വൽ ആണ് അംബേദ്കർ. അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് അൺടച്ചബിലിറ്റി, ബീങ് അൺടച്ചബിൾ ആയതുകൊണ്ട് അത് ഫേസ് ചെയ്ത ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട്. അപ്പൊ ആ അൺടച്ചബിലിറ്റി എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ അത് എടുത്തു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണഗതിയിൽ എന്താണ്, അവരുടെ മൊറയിൽ വീക്കൻ ചെയ്യും, ഡിമോറലൈസ്ഡ് ആകും. പക്ഷെ അവനവനെ കുറിച്ചിട്ട് ഉന്നതമായ ബോധ്യമുള്ളവർക്ക് മാത്രമാണ് പലപ്പോഴും ക്രിയേറ്റീവായിട്ട് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഇടപെടാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നേരിട്ട ഒരു ഡിസ്ക്രിമിനേഷൻ അദ്ദേഹത്തെ ഡിമോറലൈസ് ചെയ്യല്ല ചെയ്തത്, പിന്നെയോ ഇതേ അവസ്ഥയിൽ പോകുന്ന ഒത്തിരി ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. That itself shows a higher level of self-awareness. നമ്മുടെ ലീഡേഴ്സിനെയൊക്കെ നോക്കിയാൽ what make them so unique is their understanding or self-awareness is very high. They are not internalizing the criticisms, abuse, all kind of prejudice against them. So we can say that despite facing systematic discrimination, Ambedkar respond not with bitterness but with a commitment to education and reforms. He cultivated an inner strength and sense of justice that drove him to advocate for equality. നമ്മൾ എന്താണ്, പല എക്സാമ്പിൾസിലൂടെ നമുക്കൊരു കണ്ടന്റിന് ക്ഷാമം ഇല്ലാത്ത രീതിയിൽ ഗാന്ധിജിയുടെ ഒരു എക്സാമ്പിൾ കൊണ്ടുവരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ എങ്ങനെയാണ് സെൽഫ് അവയർനെസ്സിനെ കണ്ടത്, അംബേദ്കർ എങ്ങനെയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം സെൽഫ് അവയർനെസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതിനെ അതിജീവിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കോട്ട് ചെയ്യണം. I measure the progress of a community by the degree of progress which the woman has achieved. അപ്പൊ അതിലൂടെ അദ്ദേഹം ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് നൽകാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. സോ അവർ റിയാക്ഷൻ ക്യാൻ ബി an instrument of growth rather than mere response to heartful perception. അപ്പൊ പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് സാഹചര്യങ്ങളോട്, വ്യക്തികളോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു സെൽഫ് ഗ്രോത്തിന്റെ ഒരു കൈൻഡ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഉയർന്ന തലങ്ങളിൽ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത്.
ഇപ്പൊ ഈ ഒരു എസ് ഒക്കെ എഴുതുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്നും എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ കൂട്ടി ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു there's an evolution of self that is happening. നമ്മുടെ സെൽഫ് അവയർനെസ് ഇംപ്രൂവ് ചെയ്ത് വരുന്നു. ഒരു 5 വർഷം മുമ്പ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല ഇപ്പോഴും. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്നൊക്കെ നമുക്ക് കോട്ട് ചെയ്യാം. നമ്മുടെ ഒരു സെൽഫ് അവയർനെസ് എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരെയും സമൂഹത്തെയും നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് നമ്മുടെ മാറ്റിയത് എന്നുള്ള രീതിയിൽ നമ്മുടെ തന്നെ പേഴ്സണൽ ലൈഫൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. പക്ഷെ വളരെ പ്രിസൈസ് ആയിട്ട് എഴുതുക. 2-3 പേജ് എഴുതുന്നതിൽ അർത്ഥമില്ല കേട്ടോ. ഒരു പാരഗ്രാഫിൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് എഴുതുക. ഒരു 2-3-4 പേജസ് ഒക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ അർത്ഥമില്ല. അതാ ഞാൻ പറഞ്ഞ പല ഡയമെൻഷൻസിലേക്ക് പോവുക, എക്സാമ്പിൾസ് ഒക്കെ കൂട്ടി ചെയ്യുക, സ്റ്റോറീസ് ഒക്കെ കൊണ്ടുവരിക. പക്ഷെ ആ സ്റ്റോറീസ് നമ്മൾ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ആശയത്തെ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ മിനിമൽ വേർഡ്സ് എഴുതുക, എന്നാലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഈ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോറീസ് ഒക്കെ വളരെ ചെറുതാണ്. ഇത്രയും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതിയാൽ തെറ്റില്ല. പക്ഷെ എന്താണ്, നമ്മൾ പല ഐഡിയാസിലേക്ക് പോവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ദെൻ കബീർ അദ്ദേഹത്തിന്റെ ഒരു തോട്ട് നമ്മൾ പറയുമ്പോൾ, വെൻ ഐ സെർച്ച് ഫോർ മൈസെൽഫ് ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ എവ്രി വൺ, വെൻ ഐ സെർച്ച് ഫോർ അതേഴ്സ് ഐ ഫൗണ്ട് മൈസെൽഫ്. അപ്പൊ ഈ ഒരു കോട്ടിൽ നിന്ന് എവിഡന്റ് ആണ്. വെൻ ഐ സെർച്ച് ഫോർ മൈസെൽഫ് ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ എവ്രി വൺ. ഞാൻ എന്നെ തന്നെ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ എന്നെ മറ്റുള്ളവരിലാണ് കണ്ടത്. വെൻ ഐ സെർച്ച് ഫോർ അതേഴ്സ് ഐ ഫൗണ്ട് മൈസെൽഫ്. ഞാൻ മറ്റുള്ളവരെ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടു എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ശരിക്കും ഒരു സെൽഫ് ഡിസ്കവറി നടന്ന ഒരു ഇൻഡിവിജ്വൽ, അവര് വളരെയധികം ഇൻവോൾവ് ആയിട്ടാണ് സർവീസ് ചെയ്യുന്നത്. കാരണം അവര് ചെയ്യുന്ന ഓരോ സർവീസിലൂടെയും അവരെ തന്നെ നേടുകയാണ് ചെയ്തത്. അപ്പൊ ആ വ്യക്തിയും അപരനും തമ്മിൽ വ്യത്യാസം ആ വ്യക്തി കൽപ്പിക്കുന്നില്ല എന്നുള്ളത്. So self-discovery was intervened with understanding others. He believed that empathy allowed us to see the divine in each person. അപ്പൊ എന്തുകൊണ്ടാണ് തോന്നുന്നത് അപരന് നന്മ ചെയ്യുമ്പോൾ അവനവന് തന്നെ നന്മ ചെയ്യുന്നു എന്നുള്ളത്? ബിക്കോസ് ബ്രഹ്മ abides in every person. അപ്പൊ ഒരു ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്, that is Brahma abides in oneself, Brahma abides in everyone. So when you are actually serving others, you are actually serving Brahma or serving God. അപ്പൊ അങ്ങനെ ഒരു തലത്തിലൊരു കൈൻഡ് ഓഫ് സെൽഫ് ഡിസ്കവറി. അതായത് എന്താണ്, അപരന് നന്മ ചെയ്യുമ്പോൾ അവനവനെ തന്നെ. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് യുവർ സെൽഫ് ഈസ് ടു ലൂസ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് ദം. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ യഥാർത്ഥം നിങ്ങൾ നേടുവാണ് ചെയ്തത്. കാരണം എന്താണ്, പലപ്പോഴും അണ്ടർലൈൻ ഫാക്ട് എന്താണ്, എംപതി അലൗഡ് us to see the divine in each person. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കബീറിന്റെ കോട്ട്സ് കോട്ട് ചെയ്യുന്നു, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ കോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ മോഡേൺ ഇന്ത്യ നോക്കുവാണെങ്കിൽ റാണി ലക്ഷ്മിബായിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരം ജാൻസി എന്ന ടെറിട്ടറി ബ്രിട്ടീഷ് അക്യൂർ ചെയ്ത സമയത്ത് വളരെ എന്താ പറയുക ബ്രേവ്ഫുള്ളായിട്ട് മുന്നോട്ട് വന്നു റാണി ലക്ഷ്മിബായി. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഷീ ഈസ് എ യങ് വിഡോ ആൻഡ് എ ക്യൂൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് കൊളനൈസേഷൻ. So her reaction to external pressure were shaped by her sense of justice, loyalty and resilience. അപ്പൊ ഉയർന്ന തലങ്ങളിൽ ഒരു ഇൻഡിവിജ്വൽ അവരെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ സമൂഹത്തിലുള്ള കോൺട്രിബ്യൂഷൻ വലുതായിരിക്കും. അവരുടെ ഫോർട്ടിറ്റ്യൂഡ്, ധീരതയ്ക്ക് കാരണം എന്താണ്, അവർ ഉയർന്ന തലത്തിൽ അവരെ തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. So what is the cause or reason for people expressing their fortitude? Because they have understood themselves in a very higher level. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ക്യൂവിന്റെ ഒരു ബ്രേവ്നെസ് ആണ്, ഫോർട്ടിറ്റ്യൂഡ് ആണ്. ദാറ്റ് ഷോസ് ഹെർ അവയർനെസ് അബൌട്ട് ഹെർസെൽഫ്. പല സോൾജിയേഴ്സ് they have actually served for the nation. That shows that self awareness. അപ്പൊ പലപ്പോഴും മനുഷ്യരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പ്രയത്നിപ്പിക്കുന്ന കാര്യം എന്താണ്, അവരെ തന്നെ വലിയ തലങ്ങളിലാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ഹയർ ലെവൽ ഓഫ് സെൽഫ് അവയർനെസ് ആണ്. ദെൻ സ്പിരിറ്റ് ഓഫ് വസുദേവ കുടുംബകം, അതുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യാം. വസുദേവ കുടുംബം പറയുന്നത് എന്താണ്, ദ വേൾഡ് ഈസ് വൺ ഫാമിലി. It reminds that each individual is interconnected and true self-awareness includes empathy and compassion for others. അപ്പൊ യഥാർത്ഥത്തിലെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്, യഥാർത്ഥ പെർസെപ്ഷൻ എന്തായിരിക്കണം, ടു ട്രീറ്റ് അതേഴ്സ് വിത്ത് ഡിഗ്നിറ്റി
To show empathy and compassion to others is the greatest expression of self-awareness. We are connected it with a kind of Vasudeva Kudumbagam concept. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആ സെൽഫ് പെർസെപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, പല ഗ്രേറ്റ് തിങ്കേഴ്സ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റൈറ്റേഴ്സും കോമൺ ആയിട്ടുള്ള ഒരു തീമാണ്. എല്ലാ റൈറ്റേഴ്സും പലപ്പോഴും ഈ സെൽഫ് അവയർനെസ് കുറിച്ച് എഴുതിയിട്ടുള്ളവരാണ്. ലൂസിങ് ദംസെൽഫ്, ജോയ് ആൻഡ് ഫൈൻഡിങ് ജോയ്. ഇപ്പൊ ഗാന്ധിജിയെ നോക്കിക്കഴിഞ്ഞാലും രവീന്ദ്രനാഥ് ടാഗോറിനെ നോക്കിക്കഴിഞ്ഞാലും അപ്പൊ നമുക്ക് അവരെങ്ങനെയാണ് സെൽഫ് അവയർനെസ്സിനെ കണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഗാന്ധിജി. അപ്പൊ നമ്മൾ എന്താ പല രീതിയിൽ അതിനെ ഡൈവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചു. ഈ ഒരു എസ്സേയിൽ നമ്മൾ എന്താ പല ലീഡേഴ്സും എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടെന്ന തലങ്ങളിലേക്കാണ് അതിനെക്കുറിച്ച് കൊണ്ടുപോയത്. ബുദ്ധയുടെ എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടു, രവീന്ദ്രനാഥ് ടാഗോറിന്റെ, രത്തൻ ടാറ്റ, അംബേദ്കർ, കബീർ, റാണി ലക്ഷ്മിബായി എക്സെട്ര എക്സെട്ര. അപ്പൊ ഈ തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസ്സേ കൊണ്ടുപോകാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺക്ലൂഡ് ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു തിങ്കറിന്റെ കോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ എന്താണോ ഇത്രയും നാൾ കൺക്ലൂഷൻ എന്താണ്, നമ്മൾ എന്താണ് പറയാൻ ശ്രമിച്ച കുറെ ഐഡിയാസ് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും രത്ന ചുരുക്കമാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. വളരെ ബ്രീഫായിട്ട് നമ്മൾ ഇത്രയും ആ ഒരു എസ്സേയിലെ ഉടനീളം എന്താണ് പറയാൻ ശ്രമിച്ചത് അത് വളരെ ബ്രീഫായിട്ട് നമ്മൾ കൺവേ ചെയ്യാൻ ശ്രമിക്കും. സോ ദ ഐഡിയ എൻകറേജ് us to look within, to understand our own bias, fears and strength. കാരണം നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളത്. Swami Vivekananda once said, we are what our thoughts have made us. So take care about what you think. Words are secondary, thought live. They travel far. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പം എന്താണ്, കൂടുതലും മാക്സിമം ഡൈമെൻഷൻസിലേക്ക് പോകാൻ ശ്രമിക്കുക, കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ ശ്രമിക്കുക. ഒരിക്കലും എന്താണ് കണ്ടന്റ് ഇല്ലാതെ വലിച്ചു നീട്ടുന്ന രീതിയിൽ എസ്സേ എഴുതാതിരിക്കുക. അപ്പൊ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുക എന്നുള്ളത്, അതിന് കുറച്ച് നമ്മൾ എഫേർട്ട് ഇടണം. നമ്മുടെ റീഡിങ് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യും. ഫ്രീ ടൈമിൽ നല്ല വീഡിയോസ് കാണുന്നത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എഴുതുക, കൂടുതൽ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ക്വസ്റ്റ്യൻ എടുക്കുക, ചിന്തിച്ചിരിക്കുക. അതൊരു പ്രോസസ്സാണ്. ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ സ്പീഡ് നമുക്ക് എൻഹാൻസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. എല്ലാ ക്വസ്റ്റ്യനും ചിലപ്പോൾ എഴുതി നോക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതൊരു പ്രോസസ്സാണ്, നമ്മുടെ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. കാരണം നമുക്ക് നല്ല ഐഡിയാസ്, നല്ല തോട്ട്സ് ഒക്കെ വരുന്നത് എപ്പോഴും നമ്മൾ ചിന്തിച്ച് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ വായിക്കുന്നു അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ രീതിയിൽ കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം എന്താണ്, ചില നല്ല തോട്ട്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എന്ത് ഐഡിയാസ് ആണ് പലപ്പോഴും നമുക്ക് കൂടുതൽ മറ്റുള്ളവരുടെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത്. നമ്മൾ വായിച്ച കാര്യങ്ങൾ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. പക്ഷെ അതിനേലും കൂടുതലാണ് നമ്മുടെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ ഷെയർ ചെയ്താൽ ഇറ്റ് വിൽ ആക്ച്വലി അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ റീഡർ എന്നുള്ളത്. അപ്പൊ പലപ്പോഴും എസ്സേയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തന്നെ യുണീക്ക് തോട്ട്സ് എന്തുമാത്രം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു മാർക്ക്. അതൊന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആവശ്യമാണ്, വായിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, പലപ്പോഴും നമ്മുടെ ഒരു ചിന്തകൾ, നല്ല നല്ല തോട്ട്സ്, ഇതൊക്കെ നമുക്ക് എപ്പോഴും മാർക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത അവിടെ എപ്പോഴും ഉണ്ടെന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ചില റൈറ്റേഴ്സിന്റെ ഒക്കെ റൈറ്റിംഗ് നോക്കി അവർ 2 സെന്റൻസാണ് എഴുതുന്നത്. പക്ഷെ 2 സെന്റൻസ് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ആൾക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, സെന്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വേർഡ്സ് കൂട്ടി വിളിക്കുന്ന അല്ല സെന്റൻസ്. ഇറ്റ് ക്യാൻ കൺവേ ഡീപ്പർ മീനിങ്സ്. അപ്പൊ നമ്മൾ എഴുതുമ്പോഴും അതെങ്ങനെയാ, നമുക്കത് പയ്യെ ഒരു എഫേർട്ട് ഇട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ എഴുതുമ്പോൾ ഡീപ്പർ മീനിങ്സ് കൺവേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക തീർച്ചയായിട്ടും പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ അതിൽ എഫേർട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ തന്നെ കോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക.
കാരണം നമ്മുടെ റൈറ്റിംഗ് സ്കിൽ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. കാരണം എപ്പോഴും നല്ല റൈറ്റിംഗ് സ്കില്ലാണ് നമ്മൾ പറഞ്ഞാൽ എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണ് എഴുതി കൊടുക്കുന്നത് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റണം. വെൻ യു ബിക്കം എ ബ്യൂറോക്രാറ്റ്, വെൻ യു റൈറ്റ് സംതിങ് ആൻഡ് ഗിവ് ടു എ സുപ്പീരിയർ ഓഫീസർ, നമ്മുടെ റൈറ്റിംഗ് അതുപോലെ ആയിരിക്കണം. ദാറ്റ് പേഴ്സൺ ഷുഡ് ഫീൽ ടു ടേക്ക് ആൻ ആക്ഷൻ. റൈറ്റിംഗ് സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതുപോലെ എസ്സേയിലും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നല്ല ഐഡിയാസും കണ്ടന്റും നമുക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക വേർഡ്സിലൂടെ. റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്, അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും എസ്സേക്ക് പറയുന്നത്. കാരണം അത് നമ്മളൊരു എസ്സേ വായിക്കുമ്പോൾ പോലും വളരെ സിമ്പിൾ വേർഡ്സ് ഒക്കെ ആയിരിക്കും, ബട്ട് ഇഫ് ദർ ഇസ് എ കൈൻഡ് ഓഫ് ഇമോഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ റൈറ്റപ്പ്, ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ട് എഴുതാം, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും വളരെ ഡ്രൈ ആയിട്ട് എഴുതാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതാം. പക്ഷെ അത് ഇരിക്കുന്നത് എങ്ങനെ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്. ഇമോഷൻസ് കൊണ്ട് ഒരിക്കലും ഓർക്കരുത് എന്തെങ്കിലും ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കിട്ടുന്ന പോലെ അലാസ് അതുപോലെ എന്തെങ്കിലും അങ്ങനെ എഴുതുക, അതല്ല ഉദ്ദേശിച്ച ഇമോഷൻസ് എന്നുള്ളത്. ബട്ട് എന്താ, വെൻ യു റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്, ആക്ച്വലി ദ ഇമോഷൻസ് വിൽ ഓട്ടോമാറ്റിക്കലി കം ഇൻ യുവർ റൈറ്റിംഗ്. ഓക്കെ, ഇത്രയാണ് ജസ്റ്റ് ഒരു എസ്സേ റൈറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ്, റൈറ്റ് ഫ്രം യുവർ ഹാർട്ട്, ട്രൈ ടു ബ്രിങ് ക്രിയേറ്റിവിറ്റി ഇൻ യുവർ റൈറ്റിംഗ്, enhance the quality of your ideas, come with good example, good quotes, go to different dimensions, etc. Okay, നിങ്ങളുടേതായ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഫിലോസഫിക്കൽ എസ്സേ എഴുതി നോക്കുക, അതോടൊപ്പം തന്നെ എന്താണ് ജനറൽ ആയിട്ടുള്ള എസ്സേയും എഴുതി നോക്കുക. അതായത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് മോഡൽ കൈൻഡ് ഓഫ് എസ്സേ, അതായത് സൊസൈറ്റിയിലുള്ള എഡ്യൂക്കേഷനെ കുറിച്ചിട്ടോ വുമൺ എംപവർമെന്റിനെ കുറിച്ചിട്ടോ അങ്ങനെ എസ്സേ എഴുതി നോക്കുമ്പോൾ ഒരു നിങ്ങളുടെ മെന്ററെ കാണിക്കുക. അപ്പൊ മെന്റർ പറയും, നിങ്ങൾക്ക് ഫിലോസഫിക്കൽ എസ്സേ എഴുതുമ്പോഴാണോ കൂടുതൽ കണ്ടന്റ് ഉള്ളത്, അല്ല അങ്ങനത്തെ ജനറൽ എസ്സേ എഴുതുമ്പോഴാണോ കൂടുതൽ കണ്ടന്റ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ ഒരു ഇൻക്ലിനേഷൻ എങ്ങോട്ടാണെന്നൊക്കെ. അത് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മുടെ സ്ട്രോങ് ഏരിയ എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്. ഫിലോസഫിക്കൽ ഇൻക്ലിനേഷൻ ഉള്ളതാണെങ്കിൽ നമുക്ക് എന്താ ഫിലോസഫിയിൽ ഏറ്റവും ടഫ് എഴുതുന്നതിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ എന്തെങ്കിലും വേർഡ് അറിയില്ല, അത് എടുക്കാതിരിക്കാൻ നല്ലത്. നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല ശരിക്കും ആ സ്റ്റേറ്റ്മെന്റിന്റെ വെരി സ്പിരിറ്റ് എങ്കിൽ നമ്മുടെ മാർക്ക് കുറയാനുള്ള സാധ്യത അവിടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. ഓക്കെ, ഇനി നിങ്ങളുടേതായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് മെന്ററെ കാണിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2024 എസ്സേ ക്വസ്റ്റ്യൻ എടുക്കുക. അതിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് 2 എസ്സേ നിങ്ങളുടെ മെന്ററിനെ എഴുതി കാണിക്കുക. ഈ 2024 UPSC എസ്സേ തന്നെ എടുക്കുക. അതിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങളുടെ മെന്റേഴ്സിനെ അതാത് സെന്റേഴ്സിൽ നിങ്ങൾ കാണിക്കുക. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സെൻഡ് ചെയ്ത് തരുമോ മറ്റേ 2 ക്വസ്റ്റ്യൻസ്? ഏതായിരുന്നു, ഇപ്പൊ നമ്മൾ കാണിച്ചതാണോ? അതായത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് തരുമോ? മറ്റേ ക്ലാസ്സിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട്. നമ്മൾ 2024 UPSC ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. 2024 നമ്മൾ ഇത്തവണത്തെ UPSCയുടെ എസ്സേ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടേക്കാം. അതിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങളുടെ മെന്റേഴ്സിനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ എസ്സേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എന്താണ്, ഹാപ്പിനെസ് ഇസ് ദ പാത്ത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിലും അത് കാണിക്കുക, എന്താണ് കൂടുതലായിട്ട് എന്താ പറയുക, ആ ഒരു പ്രോസസ്സിൽ എൻജോയ് ചെയ്യുക, കൂടുതലായിട്ട് വർക്ക് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട്. ഒരു മെന്റൽ സ്ട്രെയിൻ ഉണ്ടാകുന്ന രീതിയിൽ ഒരു പ്രിപ്പറേഷൻ എടുക്കാതെ നിങ്ങളുടെ തന്നെ ഒരു ഇംപ്രൂവ്മെന്റിൽ നിങ്ങൾ ഹാപ്പി ആകുക. നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, അതല്ലെങ്കിൽ റീഡിങ് സ്കില്ല്, ലിസണിങ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെ എല്ലാ സ്കിൽസും ഇംപ്രൂവ് ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് വരുന്ന രീതിയിൽ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഓക്കെ, കൺക്ലൂഷനെ കുറിച്ചിട്ട് ചോദിച്ചു. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ എസ്സേയിൽ ഇത്രയും 1000 വേർഡ്സ് 1200 വേർഡ്സ് എഴുതുന്നത്, അതിന്റെ ഒരു രത്ന ചുരുക്കം ആണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്.